ഹായ് ഹലോ ഓൾ. കഴിഞ്ഞ ദിവസം 27-ാം തീയതി നടന്നിട്ടുള്ള LDC പരീക്ഷയുടെ PSC LDC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് ഇനി അടുത്ത് വരാൻ പോകുന്ന അടുത്ത പരീക്ഷയ്ക്ക് മുൻപ് നിങ്ങൾ പഠിച്ച് എത്തേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതെല്ലാം പോർഷനിൽ നിന്നാണ് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഡിസ്കഷന് മുന്നോട്ട് പോകുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമ്മൾ ഫുൾ ക്ലാസ് കൊണ്ടുപോകുന്നില്ല. പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഇത് കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമാണ്. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം, ഇതെല്ലാം 1, 2, 3, 4 എന്ന് കൊടുത്തിട്ട് ഇതിൻ്റെ ക്രൊണോളജി പ്രകാരം കാലഗണന പ്രകാരം അത് ഏതാണ് ഓപ്ഷൻ എന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ആൻസർ ബി ആണ് വരുന്നത്. 2, 4, 1, 3 എന്ന് പറയുന്ന ആ രീതിയിലാണ് അതിൻ്റെ കാലഗണനാക്രമം വരുന്നത്. സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററിയിലെ കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെ അതിൻ്റെ വർഷങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമാണ് 3, 4 എടുത്ത് ചോദിച്ചിരിക്കുന്നു. മറ്റ് ഇൻസിഡൻറ്റുകളും മറ്റ് സംഭവങ്ങളും ഇവിടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള സമരങ്ങളാവട്ടെ, ലഹളകളാവട്ടെ, കലാപങ്ങളാവട്ടെ, ജാഥകളാവട്ടെ, അല്ലെങ്കിൽ വിളംബരങ്ങളാവട്ടെ, അല്ലെങ്കിൽ അത്തരം കേസുകളാവട്ടെ, അതെല്ലാം ഇവിടെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 1813, 1859 ചാന്നാർ ലഹള, മാറുമറയ്ക്കൽ സമരം. 1858 അച്ചിപ്പുടവ സമരം. ദെൻ 1860 മുക്കുത്തി സമരം. ദെൻ 1893 വില്ലുവണ്ടി സമരം. 1896 ഈഴവ മെമ്മോറിയൽ. 1915 കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള. 1921 മലബാർ കലാപം. 1924 സവർണ ജാഥ. 1924-25 വൈക്കം സത്യാഗ്രഹം. 1931-32 ഗുരുവായൂർ സത്യാഗ്രഹം. ദെൻ 1932 തന്നെ നിവർത്തന പ്രക്ഷോഭം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം. ദെൻ 1936 തന്നെ പട്ടിണി ജാഥ. 1938 കല്ലറ പാങ്ങോട് സമരം. 1941 കയ്യൂർ സമരം. 1942 കീഴരിയൂർ ബോംബ് കേസ്. 1946 പുന്നപ്ര വയലാർ പ്രക്ഷോഭം. 1946 തന്നെ കരിവള്ളൂർ സമരം. 1946 തന്നെ കുട്ടംകുളം സമരം. ദെൻ 1946 തന്നെ തോൽവിറക് സമരം. ദെൻ 1958-59 വിമോചന സമരം. ഈ സമരങ്ങൾ, ലഹളകൾ അല്ലെങ്കിൽ കലാപങ്ങൾ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ജാഥകൾ, ഇതെല്ലാം ഒന്ന് ഓർമ്മയിലിരിക്കണം. ഇത് കേരള ഹിസ്റ്ററിയിലെ ഒരു ചോദ്യം അവരെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിന് സമാനമായി തന്നെ അടുത്ത ചോദ്യപേപ്പറിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളുടെ വർഷങ്ങൾ ഒന്ന് ഓർത്ത് തന്നെ ഇരിക്കുക, ഒന്ന് റിവൈസ് ചെയ്യുക പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13-നാണ്. 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ഇതിന് ഉത്തരം വരുന്നത് സി ആണ്. 1, 3, 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ചില സമയത്ത് ശരിയായ പ്രസ്താവനകൾ എടുക്കാൻ പറയും, ചില സമയത്ത് തെറ്റായതെന്നും കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ശരിയായ പ്രസ്താവനകൾ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഡിസ്കഷനിൽ വരുന്ന കാര്യം ഏതെല്ലാം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ടോപ്പിക്സ് ആണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്കാൻ വേണ്ടി. ഇതിൽ ക്വിറ്റ് ഇന്ത്യ സമരം ഒരു ടോപ്പിക്കായിട്ട് വന്നിട്ടുണ്ട്. ജാലിയൻ വാലാബാഗ് ദുരന്തം ഒരു ടോപ്പിക്കായിട്ട് വന്നിട്ടുണ്ട്. ഗാന്ധിജിക്ക് നേരെയുള്ള വധശ്രമങ്ങൾ, ഗാന്ധിയുടെ അസാസിനേഷൻ ഒരു ടോപ്പിക്കായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത വട്ടമേശ സമ്മേളനങ്ങൾ ഒരു ടോപ്പിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 4 ടോപ്പിക്കുകൾ എടുത്തിട്ടാണ് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 4 ടോപ്പിക്കുകളും നിങ്ങൾ പഠിക്കാൻ നിർബന്ധമായും പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം PSC ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്ത്
അത് ക്വസ്റ്റ്യൻ ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ടോപ്പിക്കുകളിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് വരാം. ഇതേ സ്റ്റേറ്റ്മെൻറ്റ്സ് ആകണമെന്നില്ല, മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ആ ടോപ്പിക്കുകളൊന്നൊന്ന് നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നിങ്ങളൊന്ന് മനസ്സിൽ ഒന്ന് ഓർത്തെടുത്ത് പോകേണ്ട ടോപ്പിക്സാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഓഗസ്റ്റ് ക്രാന്തി എന്നുകൂടി അറിയപ്പെടും. ഇത് ആരംഭിച്ചത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1942 ഓഗസ്റ്റ് 8 തീയതി ഒന്ന് ഓർത്തിരിക്കണം. ഓഗസ്റ്റ് 8, 1942. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഭാരത് ചോഡോ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഇതാണ് അവിടെ ചോദ്യമാക്കി മാറ്റിയിട്ടുള്ളത്. ആ പറയുന്ന മുദ്രാവാക്യവും അവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ടായിരുന്നത്? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുക, അതുപോലെ സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനും എതിരെയായിട്ടുള്ള സ്വതന്ത്ര ഇന്ത്യയെ പ്രതിരോധിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഉയർത്തിക്കാട്ടുക, അതുപോലെ തന്നെ ബ്രിട്ടീഷ് പിന്മാറ്റത്തിന് ശേഷമുള്ള ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരണം എന്ന് പറയുന്ന ആവശ്യം, ഒരു നിയമലംഘന പ്രസ്ഥാനത്തിന് അനുമതി നൽകുക. ഇത്തരം ലക്ഷ്യങ്ങളോട് കൂടിയാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ളത്. ഗാന്ധിജി ഈ സമയത്ത് പല വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് പല നിർദ്ദേശങ്ങളും നൽകുകയുണ്ടായി. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് അദ്ദേഹം നൽകിയ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ജോലിയിൽ തുടരുക, എന്നാൽ INCയോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് വിശ്വസ്തത പ്രഖ്യാപിക്കുക. പട്ടാളക്കാരോട് അദ്ദേഹം പറഞ്ഞത് സൈന്യത്തിൽ തുടരുക, എന്നാൽ സ്വഹാബികൾക്ക് കമ്പാട്രിയോട്സിനോട് നേരെ വെടി ഉതിർക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർഷകരോട് പറഞ്ഞത് ഭൂ ഉടമകൾ സർക്കാർ വിരുദ്ധരാണെങ്കിൽ വാടക കൊടുക്കുക, അല്ലെങ്കിൽ പണം നൽകരുത് എന്ന് പറഞ്ഞിരുന്നു. വിദ്യാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞത് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം പഠനം ഉപേക്ഷിക്കാനാണ്, എന്നിട്ട് ഈ പ്രസ്ഥാനവുമായിട്ട് ചേരാനാണ് ഗാന്ധി പറഞ്ഞത്. അടുത്തത് രാജാക്കന്മാരോട് അല്ലെങ്കിൽ രാജകുമാരന്മാരോട് അദ്ദേഹം പറഞ്ഞത് ജനങ്ങളെ പിന്തുണയ്ക്കുക, അവരുടെ പരമാധികാരം അംഗീകരിക്കുക എന്നാണ് പറഞ്ഞത്. നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളോടായിട്ട് അദ്ദേഹം പറഞ്ഞത് സർക്കാർ വിരുദ്ധ ഭരണാധികാരികളെ പിന്തുണയ്ക്കുക, ഇന്ത്യയുടെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കുക എന്നാണ് നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. എന്തൊക്കെയാണ് ഈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം പ്രഖ്യാപിക്കാനുള്ള, ഓഗസ്റ്റ് ക്രാന്തി പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ? രണ്ടാം ലോക മഹായുദ്ധം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു കാരണമാണ്. ജപ്പാൻ്റെ ഭീഷണി, തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ബ്രിട്ടീഷ് പരാജയങ്ങൾ, അതുപോലെ ബ്രിട്ടീഷ് പ്രതിരോധത്തിലുള്ള വിശ്വാസം ഇന്ത്യൻ കോൺഗ്രസ് നേതാക്കൾക്ക് ദുർബലമായി തുടങ്ങിയത്, അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉയർന്ന വില നിലവാരം ഉണ്ടായതും സാധനങ്ങളുടെ വിലയെല്ലാം ഉയർന്നു പോയതും, അതുപോലെ തന്നെ ഭരണഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ക്രിപ്സ് മിഷൻ്റെ പരാജയം, അതും ഒരു പ്രധാനപ്പെട്ട കാരണം. ക്രിപ്സ് മിഷൻ്റെ പരാജയം അതൊന്ന് എടുത്ത് തന്നെ ഓർത്തിരിക്കുക. ഈ പറയുന്ന ഓഗസ്റ്റ് ക്രാന്തി, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അത് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട അതിൻ്റെ പിന്നണിയിൽ ഉണ്ടായിരുന്ന ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിപ്സ് മിഷൻ്റെ പരാജയം കൂടിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത്. ബ്രിട്ടീഷുകാരുടെ പ്രതികരണം ഈ ഒരു പ്രസ്ഥാനത്തിനെതിരെ എങ്ങനെയായിരുന്നു, ഈ പ്രസ്ഥാനം വികസിച്ച എങ്ങനെയാണ്, ഏതെല്ലാം പ്രധാനപ്പെട്ട ഏരിയാസിലെ ഏതെല്ലാം മേഖലകളിലാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നത്, ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി പോകണം. 1942 ഓഗസ്റ്റ് 9 പ്രധാന കോൺഗ്രസ് നേതാക്കളെല്ലാം ഈ പ്രസ്ഥാനം പ്രഖ്യാപിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്തു. ഈ ഒരു പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ വേണ്ടി അക്രമം ബ്രിട്ടീഷുകാർ അഴിച്ചുവിട്ടു. ഏകദേശം 1,00,000-ഓളം അറസ്റ്റുകളുണ്ടായി. പോലീസ് വെടിവയ്പ്പിൽ ഏകദേശം 10,000-ഓളം മരണങ്ങളുണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിരോധിച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാൽ പിന്നീട് 1942 ഈ പറയുന്ന നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്ത് തുടങ്ങി. 1944 പക്ഷേ ഗാന്ധിജിയെ പുറത്തിറങ്ങാൻ അനുവദിച്ചു. അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളുണ്ട് എന്നുള്ള ആ ഒരു നിരീക്ഷണത്താൽ. ഈ പ്രസ്ഥാനം വികസിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്രമ സംഭവങ്ങളും സ്വത്തുനാശവും ഒക്കെ ധാരാളം ഉണ്ടായി. വർഗീയ കലാപത്തിൻ്റെ അഭാവം പക്ഷേ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. വർഗീയ കലാപങ്ങളൊന്നും ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രത്യേകത. പക്ഷേ മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഹിന്ദു മഹാസഭ ഇവരെല്ലാം ഈ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിന്നില്ല. ഇതിലെല്ലാം ഈ മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഹിന്ദു മഹാസഭയെല്ലാം ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കാതെ എതിർപ്പാണ് അവരുടെ ഉണ്ടായിരുന്നത്. തൊഴിലാളികളുടെ പിന്തുണ ഉണ്ടായിരുന്നു. സമരങ്ങൾ, പ്രകടനങ്ങളൊക്കെ ആയിട്ട് അവർ ഈ പ്രസ്ഥാനത്തിന് പിന്തുണ അറിയിച്ചു. ബലിയ, തംലൂക്ക്, സത്താറ ഈ പറയുന്ന പ്രദേശങ്ങൾ സമാന്തര സർക്കാരുകൾ രൂപീകരിക്കപ്പെട്ടു. ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ബലിയ, തംലൂക്ക്, സത്താറ ഇവിടെയൊക്കെ സമാന്തര സർക്കാർ, പാരലൽ ഗവൺമെൻറ്റുകൾ സ്ഥാപിക്കപ്പെട്ടു എന്നത് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പ്രത്യേകതകളാണ്.
എന്തുകൊണ്ടാണ് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് ചരിത്രത്തിൽ ഇത്രയധികം പ്രാധാന്യമുള്ളത്? അടിച്ചമർത്തപ്പെട്ടിട്ടും സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ഇന്ത്യൻ ദൃഢനിശ്ചയം ഉയർന്നു വന്നിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യൻ പിന്തുണയില്ലാത്ത ഇന്ത്യയിലെ ഭരണമില്ലായ്മയെ എടുത്ത് കാട്ടി ലോകത്തിന് മുമ്പിൽ കാണിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് ഓഗസ്റ്റ് ക്രാന്തി എന്ന് പറയുന്നത്. സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായുള്ള ആവശ്യം ശക്തമായി ഈ ഒരു പ്രസ്ഥാനത്തോടു കൂടി പൊതു മനോവീര്യം ബ്രിട്ടീഷ് വിരുദ്ധ വികാരവും ഇന്ത്യക്കാർക്കിടയിൽ വർദ്ധിച്ചു എന്നതും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ്. അടുത്ത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈ ചോദ്യത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ റൗലറ്റ് നിയമം എന്താണെന്ന് പറഞ്ഞു പോകണം. അപ്പോൾ റൗലറ്റ് നിയമം എന്ന് പറയുന്നത്, റൗലറ്റ് നിയമം ബ്രിട്ടീഷുകാർ പാസ്സാക്കിയിട്ടുള്ള അരാജകത്വവും വിപ്ലവാത്മകമായ കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള നിയമം 1919 എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1919 മാർച്ചിൽ പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് റൗലറ്റ് നിയമം. അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള കൊളോണിയൽ രാജ്യങ്ങളിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വരാനുള്ള സാധ്യതയെ ബ്രിട്ടീഷുകാർ ഭയന്നിരുന്നു. അപ്പോൾ വളർന്നു വരുന്ന ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താനും ഗഡറൈറ്റ് വിപ്ലവം തടയാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ റൗലത്ത് നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അവർ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1919 ഇത് പാസ്സാക്കിയിട്ടുള്ളത്. ഇതിൽ പലതരം വ്യവസ്ഥകളുണ്ടായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ സംശയിക്കുന്ന ആരെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് സർക്കാരിന് അധികാരം നൽകുന്ന ഒരു നിയമമായിരുന്നു റൗലത്ത് നിയമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത വ്യക്തികളെ വിചാരണ കൂടാതെ 2 വർഷം വരെ തടങ്കലിൽ വയ്ക്കാനും അനുവാദം നൽകുന്ന നിയമം കൂടിയായിരുന്നു റൗലത്ത് നിയമം. വാറൻ്റ് ഇല്ലാതെ സ്ഥലങ്ങൾ പരിശോധിക്കാൻ പോലീസിന് അധികാരം നൽകുന്ന നിയമമായി ഇത് മാറി. മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഒരു കരി നിയമമായിട്ട് നടപ്പിലാക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. സോ ഈ ഒരു നിയമത്തിൻ്റെ പേര് വന്നിട്ടുള്ളത് സർ സിഡ്നി റൗലറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള സിഡ്നി റൗലറ്റിൻ്റെ പേരിലാണ് ഈ ഒരു നിയമം വന്നിട്ടുള്ളത്, റൗലറ്റ് നിയമം വന്നിട്ടുള്ളത്. ഇതിനെതിരെ പല ആളുകളും പ്രതിഷേധിച്ചു, പല ആളുകളുടെയും പ്രതികരണങ്ങളുണ്ടായി. ഉദാഹരണം പറയുകയാണെങ്കിൽ കറുത്ത ബില്ലുകൾ എന്ന് ഈ നിയമത്തെ വിളിച്ച് ആക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ത്യൻ നേതാക്കളും പൊതുജനങ്ങളും വ്യാപകമായിട്ട് ഈ നിയമത്തെ അപലപിച്ചു. ഇന്ത്യൻ കൗൺസിലിലെ അന്നത്തെ അംഗങ്ങളായിരുന്ന മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാലവീയ, ദെൻ മസർ ഉൽ ഹക്ക്, ഇവരൊക്കെ തന്നെ ഏകകണ്ഠമായിട്ട് ഈ ഒരു നിയമത്തിന് എതിർത്തു എന്നതും പ്രത്യേകതയാണ്. ആ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാലവീയ, ദെൻ മസർ ഉൽ ഹക്ക് അന്നത്തെ ഇന്ത്യൻ കൗൺസിൽ അംഗങ്ങളായിരുന്നു. ഇവർ ഏകകണ്ഠമായിട്ട് ഈ ഒരു നിയമത്തിനെ എതിർത്തു എന്നാണ് പ്രത്യേകത. വന്ന വർഷം കൂടി ഓർത്തിരിക്കണം, 1919. ഇതിനെതിരെ വളരെയധികം പ്രതികരണം ഉണ്ടായി. റൗലറ്റ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന സത്യാഗ്രഹം ഏപ്രിൽ 6 ഗാന്ധിജി ആഹ്വാനം ചെയ്ത് രാജ്യവ്യാപകമായിട്ടുള്ള ഹർത്താലായിട്ട് മാറി. ഇതിനെ തുടർന്ന് കുറച്ച് കലാപങ്ങളെല്ലാം വന്നതിന് ശേഷം കലാപത്തെ തുടർന്ന് ഗാന്ധിജി ഈ പ്രസ്ഥാനം റദ്ദാക്കി. പ്രത്യേകിച്ച് പഞ്ചാബിലാണ് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ദെൻ ഇതിനൊരു തുടർച്ച എന്നുള്ള രീതിയിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്ന ഇൻസിഡൻറ്റിലേക്ക് നയിക്കപ്പെടുന്ന സംഭവവികാസമാണ് ഉണ്ടാകുന്നത്. ജാലിയൻ വാലാബാഗ് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നൊരു ഉദ്യാനമുണ്ട്. ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ റൗലറ്റ് നിയമത്തിനെതിരായ കലാപങ്ങളും പ്രതിഷേധങ്ങളും പട്ടാള നിയമത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള ജനങ്ങളുടെ ആശങ്ക, അതിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് ജനങ്ങൾ ഒത്തുകൂടിയ സ്ഥലമാണ് ജാലിയൻ വാലാബാഗ്. അമൃത്സറിന് അടുത്തുള്ള ജാലിയൻ വാലാബാഗ് ഈ ഉദ്യാനത്തിൽ ഒരു വൈശാഖി ഉത്സവകാലം കൂടിയായിരുന്നു. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ് നടക്കുന്നത്. സംഭവം നടക്കുന്ന സമയത്ത് ഉദ്യാനത്തിലേക്കുള്ള ഒരു ഇടുങ്ങിയ പ്രവേശന കവാടം ജനറൽ ഡയർ, ബ്രിട്ടീഷുകാരനായിട്ടുള്ള ജനറൽ ഡയർ അത് അദ്ദേഹം അടയ്ക്കുകയും അന്ന് അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടത്തിന് നേരെ ജനങ്ങൾ ആയുധങ്ങളൊന്നും ആയിട്ടല്ല വന്നിരുന്നത്, നിരായുധരായിട്ടുള്ള ജനങ്ങളായിരുന്നു. അവർക്ക് നേരെ മുന്നറിയിപ്പില്ലാതെ വെടിയുതിർക്കാൻ സൈന്യത്തോട് ആജ്ഞാപിക്കുകയും ചെയ്തു. ഏകദേശം 1650 വെടിയുണ്ടകൾ തീരുന്നതുവരെ ഏകദേശം 10 മിനിറ്റോളം വെടിവെപ്പ് തുടർന്നു. കുറഞ്ഞത് 1000 പേരുടെ മരണത്തിന്, അതുപോലെ 1500 പേർക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായി. സോ ഇതിൻ്റെ അനന്തരഫലം എന്നോളം ബ്രിട്ടീഷ് നീതിയിലുള്ള ഇന്ത്യൻ വിശ്വാസം തീർത്തും തകർന്നു. അതുപോലെ ദേശീയ നേതാക്കളും ചില ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഇതിനെ അപലപിക്കുകയൊക്കെ ചെയ്തു. ബ്രിട്ടനിലും ബ്രിട്ടീഷ് ഇന്ത്യയിലും പലരും ഈ ഒരു വെടിവെപ്പ് നടത്തിയ ഡയറിനെ
ജനറൽ ഡയറിനെ അഭിനന്ദിക്കുകയും ചെയ്തു. എന്നാൽ കുറേ പേര് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. വിൻസ്റ്റൺ ചർച്ചിലും അതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന മുൻ പ്രധാനമന്ത്രിയായിട്ടിരുന്ന എച്ച് അസ്കിറ്റ്, ഇവർ രണ്ടുപേരും ജനറൽ ഡയറിനെ വിമർശിക്കുകയാണ് ചെയ്തത്. ഈ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു കമ്മീഷൻ രൂപീകരിച്ചു. ഹണ്ടർ കമ്മീഷൻ എന്നാണ് പേര്. ഹണ്ടർ കമ്മീഷൻ പക്ഷേ ഡയറെ അപലപിക്കുകയാണ് ചെയ്തത്. പക്ഷേ അച്ചടക്ക നടപടികളൊന്നും തന്നെ കാര്യമായിട്ട് ചുമത്തിയില്ല എന്ന പ്രത്യേകതയുണ്ട് ഹണ്ടർ കമ്മീഷൻ. 1920 ഡയർ തൻ്റെ ചുമതലകളിൽ നിന്നൊക്കെ ഒഴിവായി. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ അതിന് നേരെ പ്രതിഷേധിച്ചുകൊണ്ട് രവീന്ദ്രനാഥ് ടാഗോറും ഗാന്ധിജിയും അവർക്ക് കിട്ടിയ ചില പദവികൾ ഉപേക്ഷിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ നൈറ്റ് പദവി ഉപേക്ഷിച്ചു. ദെൻ ഗാന്ധിജി കൈസർ ഈ ഹിന്ദ് പദവി ഉപേക്ഷിച്ചു. ഈ 2 കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഡയറിൻ്റെ പ്രവർത്തനങ്ങൾ അംഗീകരിച്ച മൈക്കിൾ ഒഡെയറെ ഇതിനെ എതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇതിന് പ്രതികാരമായിട്ടുണ്ട് 1940 ലണ്ടനിൽ വെച്ച് ഉദ്ധം സിംഗ് വധിച്ചു. ഈ പ്രശ്നങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഇതിന് തുടർച്ചയെന്നുള്ള ജാലിയൻ വാലാബാഗിൻ്റെ തുടർച്ചയെന്നോണം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ മനസ്സിലോർമ്മ വേണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തായാലും PSC ഈ ടോപ്പിക്ക് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതേ ടോപ്പിക്കിൽ നിന്ന് തന്നെ പുതിയൊരു ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ആ ക്വസ്റ്റ്യനിൽ തന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ള മഹാത്മാഗാന്ധിയെ വധിക്കാനുള്ള ശ്രമങ്ങൾ, ഗാന്ധിയുടെ അസാസിനേഷൻ, ഗാന്ധിയുടെ കൊലപാതകം, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ വധിക്കാനുള്ള ശ്രമങ്ങൾ ഏകദേശം 5ഓളം നടന്നിട്ടുണ്ട്. ജൂൺ 25, 1934 ജൂൺ 25-ാം തീയതി പൂനെയിൽ വെച്ച് പ്രസംഗത്തിനിടെ ഗാന്ധിയുടെ കാറിന് നേരെ ഒരു ബോംബാക്രമണം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1944 ജൂലൈയിൽ പഞ്ചഗണിയിൽ വെച്ച് നാഥുറാം ഗോഡ്സെ ഒരു കടാര ഉപയോഗിച്ച് ഗാന്ധിയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. 1944 സെപ്റ്റംബറിൽ മുംബൈയിൽ വെച്ച് ഗാന്ധി ജിന്ന കൂടിക്കാഴ്ചയ്ക്കിടെ ഗോഡ്സെ ഗാന്ധിയെ കുത്താൻ ശ്രമിച്ചിരുന്നു. 1946 ജൂണിൽ ഗാന്ധിയുടെ ട്രെയിൻ പാളം തെറ്റിക്കാൻ ലക്ഷ്യമിട്ട് റെയിൽവേ ട്രാക്കുകളിൽ കല്ലുകൾ സ്ഥാപിച്ചായിട്ട് റിപ്പോർട്ട് വന്നു. ജനുവരി 20, 1947 ഡൽഹിയിൽ വെച്ച് വെടിവയ്പ്പിന് മുന്നോടിയായി പ്രാർത്ഥനാ യോഗത്തിനിടെ ബോംബ് എറിയുകയുണ്ടായി. സോ ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചിട്ടുള്ള ചില ഗാന്ധിജിയെ വധിക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നതായിട്ട് റിപ്പോർട്ടുള്ളതാണ്. സോ അതിനുശേഷം മഹാത്മാഗാന്ധിയുടെ കൊലപാതകം നടക്കുന്നത് 1948 ജനുവരി 30-നാണ്. കൊലയാളി നാഥുറാം ഗോഡ്സെ ആയിരുന്നു. അദ്ദേഹം ഒരു ഹിന്ദു ദേശീയവാദിയായിരുന്നു. ഇത് നടന്നത് ബിർള ഹൗസിലാണ്, ന്യൂഡൽഹിയിലെ ബിർള ഹൗസിലാണ്. ഗോഡ്സെയുടെ ഈ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണ അല്ലെങ്കിൽ പ്രചോദനം എന്ന് പറയുന്നത് ഗാന്ധി മുസ്ലിങ്ങളോട് വളരെയധികം ഇടപെട്ടിരുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഗാന്ധിയെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം സ്വീകരിച്ച രീതി എന്ന് പറയുന്നത് ഗാന്ധിക്ക് നേരെ 3 വെടികുതിർക്കാണ് അദ്ദേഹം ചെയ്തത്. തൽക്ഷണം ഗാന്ധി മരിക്കുകയും ചെയ്തു. ഇതിൻ്റെ അനന്തരഫലമായിട്ട് ഉണ്ടായ കുറേയധികം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും നേരെ ആക്രമണങ്ങളുണ്ടായി. ഇതിന് തുടർച്ചയെന്നോളം ഗോഡ്സെയും അതുപോലെ ഗൂഢാലോചന നടത്താൻ സഹായിച്ച നാരായൺ ആപ്തെയും 1949 തൂക്കിലേറ്റി. ഇതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം വരുന്നത് നമ്മളുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതപരവും രാഷ്ട്രീയമായ തീവ്രവാദത്തിൻ്റെ ആഘാതം എടുത്തു കാണിക്കുന്ന ഒരു ഇൻസിഡൻ്റായിട്ട് ഇത് മാറുകയും ചെയ്തു, ഗാന്ധിയുടെ വധം എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം അപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ ടോപ്പിക്സ് എന്തായാലും PSC പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ദെൻ വട്ടമേശ സമ്മേളനത്തെ സംബന്ധിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 3 വട്ടമേശ സമ്മേളനങ്ങളാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലുണ്ടായിരുന്നത്. ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം, ആദ്യ വട്ടമേശ സമ്മേളനം നവംബർ 12, 1930 മുതൽ ജനുവരി 19, 1931 വരെയാണ് ഉണ്ടായിരുന്നത്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയും അതുപോലെ ജിന്നയുടെ ശുപാർശകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഡൊമീനിയൻ പദവിയെ അഭിസംബോധന ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യ വട്ടമേശ സമ്മേളനം നടന്നിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്തവർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള 58 പ്രതിനിധികൾ, നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള 16 പ്രതിനിധികൾ, ദെൻ ബ്രിട്ടീഷ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായിട്ട് 16 പ്രതിനിധികൾ, ഇങ്ങനെ ഉള്ള ആളുകളാണ് ഇവിടെ പങ്കെടുത്തത്, വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇതിൽ ഹാജരാകാത്തവർ ആരൊക്കെയായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC ഈ സമ്മേളനം ബഹിഷ്കരിച്ചു. പല നേതാക്കളും ജയിലിലായിരുന്നു എന്ന കാരണത്താലാണ് ഈ പറയുന്ന
ആദ്യത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കാത്തത്. പല പ്രശ്നങ്ങളും ചർച്ച ചെയ്തു. ഫെഡറൽ ഘടനയും പ്രവിശ്യ ഭരണഘടനയും, ന്യൂനപക്ഷങ്ങൾ, പ്രതിരോധ സേവനങ്ങൾ, ഫ്രാഞ്ചൈസി, വോട്ടവകാശങ്ങൾ, നിയമനിർമ്മാണ സഭയുടെ എക്സിക്യൂട്ടീവ് ഉത്തരവാദിത്തം. അതിൽ ബി ആർ അംബേദ്കർ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉന്നയിച്ചു. ദളിതർക്ക് പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസീസ്, പ്രത്യേക തെരഞ്ഞെടുപ്പ് റിസർവേഷൻ വേണമെന്ന് അദ്ദേഹം അവിടെ ആവശ്യം ഉന്നയിച്ചു. അഖിലേന്ത്യാ ഫെഡറേഷന് വേണ്ടി തേജ് ബഹദൂർ സപ്രു വാദിച്ചു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് തത്വങ്ങളിൽ പരിമിതമായിട്ടുള്ളൊരു കരാറും അതുപോലെ തന്നെ കോൺഗ്രസ് നിയമലംഘനം തുടരുന്ന സമ്മേളനം പരാജയപ്പെട്ടു എന്നുള്ളൊരു വിലയിരുത്തലും ഇതിന് പിന്നീട് വന്നു. പക്ഷേ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ കോൺഗ്രസിൻ്റെ ഇടപെടൽ നേരിട്ട് വേണം എന്ന് ബ്രിട്ടീഷുകാർക്ക് ഒരു തിരിച്ചറിവ് നൽകിയിട്ടുള്ള ഒരു വട്ടമേശ സമ്മേളനം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അടുത്ത വട്ടമേശ സമ്മേളനത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കിട്ടി. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ ടു ഡിസംബർ 1931 തീയതി പറയുകയാണെന്നുണ്ടെങ്കിൽ 1931 സെപ്റ്റംബർ 7 മുതൽ 1931 ഡിസംബർ 1 വരെ ലണ്ടനിൽ വെച്ചിട്ടാണ് ഈ രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നത്. ഇതിലെ പ്രധാന പങ്കാളികൾ ആരൊക്കെയായിരുന്നു? പ്രധാനമായിട്ട് പങ്കെടുത്തവർ മഹാത്മാഗാന്ധി ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി, അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രതിനിധികളായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ, പ്രധാനമന്ത്രി ജെയിംസ് റാക്സെ മക്ഡൊണാൾഡ്, ഇവരെല്ലാം ഇതിൽ പങ്കെടുത്തുന്നു. ഇന്ത്യൻ പ്രാതിനിധ്യമായിട്ട് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, INC എന്നുള്ള പ്രതിനിധികൾ, മുസ്ലിങ്ങൾക്ക് വേണ്ടി ജിന്ന, ആഗഖാൻ 3, ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള പ്രതിനിധികൾ, ദളിത് പ്രതിനിധികൾ, ദളിതർക്ക് വേണ്ടി ഡോക്ടർ BR അംബേദ്കർ, സ്ത്രീകൾക്ക് വേണ്ടി സരോജിനി നായിഡു, മറ്റു സാമുദായിക പ്രതിനിധികൾ, ഇവരെല്ലാവരും പങ്കെടുത്തു എന്നാണ് പ്രത്യേകത. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഗാന്ധി ഇർവിൻ ഉടമ്പടി കാരണം INC പങ്കെടുത്തു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. കമ്മ്യൂണൽ അവാർഡ്, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക ഇലക്ട്രേറ്റുകൾ ബ്രിട്ടീഷുകാർ നിർദ്ദേശിച്ചു. ഗാന്ധി അതിനെ എതിർത്തു. ഗാന്ധി വേഴ്സസ് അംബേദ്കർ, അങ്ങനൊരു തർക്കം അവിടെ ഉടലെടുക്കുകയാണ്. ദളിതർക്ക് പ്രത്യേക ഇലക്ട്രേറ്റുകളെ കുറിച്ചുള്ള വിയോജിപ്പ് അവിടെ ഉണ്ടായി. അംബേദ്കർ വേണമെന്ന്, ഗാന്ധി വേണ്ട എന്നുള്ളൊരു നിലപാടാണ്. പിന്നീട് 1932 പൂന ഉടമ്പടി പ്രകാരമാണ് ഇതെല്ലാം പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഫലം എന്ന് പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഒരു പരാജയമായിട്ട് ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തെ കണക്കാക്കുന്നുണ്ട് എന്ന പ്രത്യേകതയുണ്ട്. എല്ലാ ഇന്ത്യക്കാരെയും പ്രതിനിധീകരിക്കപ്പെട്ടു എന്നുള്ള INCയുടെ ഒരു അവകാശവാദവും പക്ഷേ വലിയ വിവാദമായിട്ട് മാറുകയും പിന്നീട് ചെയ്തു. ഇതിനുശേഷം ഒരു വട്ടമേശ സമ്മേളനം കൂടി നടന്നു 1932 നവംബർ ടു 1932 ഡിസംബർ വരെ. ഇത് മൂന്നാം വട്ടമേശ സമ്മേളനം. അത് തീയതി പറയുകയാണെന്നുണ്ടെങ്കിൽ 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെ. ഇതിൽ INC ലേബർ പാർട്ടി ഒഴികെ 48 പ്രതിനിധികൾ. INC പങ്കെടുത്തില്ല, ലേബർ പാർട്ടിയും പങ്കെടുത്തില്ല. ഇതിൻ്റെയൊക്കെ ഫലം എന്താണ്? ശുപാർശകളെ അടിസ്ഥാനമാക്കി 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലേക്ക് നയിക്കപ്പെട്ടു എന്നാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. സോ ഈ വട്ടമേശ സമ്മേളനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു പോകേണ്ടതാണ്, ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ്, ഒന്ന് ശ്രദ്ധിക്കാം. ഇതിനടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി നാറ്റോയുമായിട്ട് ബന്ധമില്ലാത്ത ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്. കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. 1949 ഇത് സ്ഥാപിതമായിട്ടുള്ളത്. ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനം. ഇതിൻ്റെ ഉത്തരം വരുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക, ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവനയല്ല ചോദിച്ചിരിക്കുന്നത്, ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് D ആണ്. 2ഉം 4ഉം എന്നാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. അന്താരാഷ്ട്ര സംഘടനകൾ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ നാറ്റോയാണ് സംഘടന ചോദിച്ചിരുന്നത്. സാധാരണ യുഎൻഒ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടനകളൊക്കെ ചോദിക്കുമ്പോൾ ഇതിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നാറ്റോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, നാറ്റോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങൾ വരുന്ന, കൈകാര്യം ചെയ്യുന്ന സംഘടനകൾ ചോദിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, നാറ്റോ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വളരെ രസകരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായി ഈ സംഘടന ചൈനയുടെ അംഗത്വ പ്രവേശനമാണെന്ന് വളരെ രസകരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഈ സംഘടനയിൽ ചേരുന്നതിൽ റഷ്യ എന്തിനു യുക്രൈനെ ആക്രമിക്കണം എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നിപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയപ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഉണ്ടാക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് കൂടിയായിരുന്നു. എനിവേ എന്തായാലും ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കുക, നോക്കുക. റഷ്യ
യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് നാറ്റോയിൽ യുക്രൈൻ നാറ്റോയിലോട് കൂടുതൽ അടുത്തത്, നാറ്റോയിൽ അംഗത്വം എടുക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ടാക്കിയത്. യുക്രൈൻ എന്ന് പറയുന്നത് റഷ്യയെ സംബന്ധിച്ച് തൊട്ടടുത്തുള്ള ലൊക്കേഷൻ വൈസ് വളരെ തൊട്ടടുത്തുള്ള ഒരു രാജ്യമാണ്. അവിടെ നാറ്റോ സഖ്യം എത്തിപ്പെടുകയോ അല്ലെങ്കിൽ അവിടെ ഒരു മിലിറ്ററി സ്റ്റേഷൻസ് കൊണ്ടുവരുന്നത് റഷ്യയെ ആക്രമിക്കാനുള്ള സാഹചര്യങ്ങളെ ത്വരിതപ്പെടുത്തും അല്ലെങ്കിൽ ഈസിയാക്കും എന്നതുകൊണ്ടാണ് റഷ്യ യുക്രൈനെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ക്രിമിയ എന്ന് പറയുന്ന ക്രിമിയൻ പെനിൻസുല റഷ്യ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതൊക്കെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായി. ഇപ്പം നാറ്റോയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രൂപീകരണം 1949 രൂപീകരിക്കപ്പെട്ടതാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം കൂട്ടായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നാറ്റോ സംഘടന രൂപീകരിക്കപ്പെട്ടുള്ളത്. ഇതിൽ ശീതയുദ്ധകാലത്ത് പ്രധാനമായിട്ടും കേട്ടിട്ടുള്ളൊരു പേര് കൂടിയാണ് നാറ്റോ സംഘടനയുടേത്. സോവിയറ്റ് വിപുലീകരണത്തിനെതിരായ ഒരു വിപുലീകരണത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധ സംഘടനയായിട്ട് നാറ്റോ നിലനിന്ന പ്രത്യേകതയുണ്ട്. ശീതയുദ്ധാനന്തരം പല പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ അതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് നാറ്റോ മുൻകൈയെടുത്തു. സഹകരണ അടിസ്ഥാനത്തിൽ വിപുലീകരിക്കാനായിട്ടും നാറ്റോ ശ്രമിച്ചു എന്ന പ്രത്യേകത. 12 രാജ്യങ്ങളിൽ തുടങ്ങി ഏകദേശം 32ഓളം രാജ്യങ്ങൾ ഇപ്പോൾ അംഗമായിട്ടുണ്ട് നാറ്റോയിൽ. ഇതിൽ കൂട്ടായുള്ള പ്രതിരോധം, പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യൽ, സമാധാന പരിപാലനം, സ്ഥിരത, പൊളിറ്റിക്കലായിട്ടുള്ള സ്ഥിരത ഉറപ്പുവരുത്തൽ, അത്തരം കാര്യങ്ങളെല്ലാം ഈ സംഘടന ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഉക്രൈനിൽ മാനുഷിക സഹായം നൽകുന്നതിൽ ഈ സംഘടനയ്ക്ക് വിജയിക്കാൻ കഴിയും. പക്ഷേ കൈകാര്യം ചെയ്തിട്ടുള്ള പല വിഷയങ്ങളും പരാജയമാണ്. പല ഫണ്ടിങ് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, വിജയിക്കാത്ത അഫ്ഗാൻ ദൗത്യം ഉണ്ടായി, വലതുപക്ഷ ദേശീയതയിൽ നിന്നുള്ള വെല്ലുവിളികൾ, ഇതെല്ലാം ഈ സംഘടനയുടെ പരാജയമായിട്ട് വിമർശകർ ഉയർത്തി കാണിക്കുന്ന വസ്തുതകളാണ്. ഈ സംഘടനയുടെ കിഴക്കോട്ടുള്ള വിപുലീകരണം റഷ്യ ഒരു ഭീഷണിയായിട്ട് കാണുകയും ചെയ്യുന്നു. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്രശ്നമായിട്ട് റഷ്യ ഉക്രൈൻ വാറിൽ നിലനിൽക്കുന്ന കാര്യം കൂടിയാണ്. ഇതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സംഘടനയാണ് ബ്രിക്സ്. ഇതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ തരാൻ സാധ്യതയുണ്ട്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവയുടെ ചുരുക്കെഴുത്താണ് ശരിക്കും പറഞ്ഞ ബ്രിക്സ് എന്ന് പറയുന്നത്. സോ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ഇതാണ് ആദ്യം ഈ സംഘടന ഫോം ചെയ്യുമ്പോഴുള്ള അംഗങ്ങൾ. പിന്നീട് ദക്ഷിണാഫ്രിക്ക ജോയിൻ ചെയ്യുകയും ചെയ്തു. ഒരു വാർഷിക ഉച്ചകോടി ഉണ്ടാവാറുണ്ട്. നേതാക്കൾ വർഷം തോറും യോഗം ചേർന്ന് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് 2023 15ാമത് വാർഷിക ഉച്ചകോടി നടന്നു. 16ാമത് വാർഷിക ഉച്ചകോടി നടന്നത് 2024. പുതുതായിട്ട് കുറേ രാജ്യങ്ങൾ കൂടി ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ. ഈ പറയുന്ന രാജ്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക: ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇവർ പൂർണ്ണാംഗങ്ങളായിട്ട് പുതുതായിട്ട് ബ്രിക്സിൽ ചേർന്നിട്ടുണ്ട്. അർജൻറ്റീന ഇതിൽ ചേരാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ പ്രസിഡന്റ് ഹാവിയർ മിലി വന്നതിന് ശേഷം ഈ പറയുന്ന ബ്രിക്സിൻ്റെ ക്ലബ് ഓഫ് നേഷൻസിലേക്കുള്ള വിപുലീകരിക്കുന്ന ആ സംഘടനയിലേക്ക് അവർ ചേരാനായിട്ട് പുതിയ പ്രസിഡൻറ്റ് അത് വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്തത്. സോ അർജൻറ്റീന ഇതിൽ മെമ്പറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ശ്രദ്ധിക്കുക. ദെൻ പ്രാരംഭ രൂപീകരണം 2006 G8 ഉച്ചകോടിയുടെ G8 ഔട്ട്റീച്ച് ഉച്ചകോടിയുടെ ഇടയ്ക്ക് നടന്നിട്ടുള്ള ഒരു അനൗപചാരിക യോഗത്തിലാണ് സംഭവിച്ചത്. 2006 ന്യൂയോർക്കിൽ നടന്ന ബ്രിക് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ഔപചാരികമായിട്ട് ഇവർ ഈ സംഘടന പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉദ്ഘാടന ഉച്ചകോടി നടന്നിട്ടുള്ളത് 2009 ആണ്ടിൽ റഷ്യയിലെ എക്കാറ്ററിൻബർഗിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഒന്ന് ഓർത്തിൻ്റെ ഒരു ട്രിക്കി പേരാണ്. എക്കാറ്ററിൻബർഗ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, റഷ്യയിലെ എക്കാറ്ററിൻബർഗ്. വിപുലീകരണം ദക്ഷിണാഫ്രിക്ക 2010 ഇതിൽ ജോയിൻ ചെയ്തതോടുകൂടി ഇതിൻ്റെ വിപുലീകരണം സംഭവിച്ച് ബ്രിക്സ് ആയിട്ട് മാറുകയും ചെയ്തു. ഈ ഒരു സംഘടനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ജനസംഖ്യ അടിസ്ഥാനത്തിലും സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ എനർജി ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലും എല്ലാം പ്രാധാന്യമുള്ള സംഘടനയാണ്. കാരണം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏകദേശം 45%, ലോക ജനസംഖ്യയുടെ ഏകദേശം
ശതമാനത്തോളം ആരുടെ കൈവശമാണ്? ഈ ബ്രിക്സിലുള്ള മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഈ ബ്രിക്സിൻ്റെ കൈവശമാണെന്ന് പറയാം. ഏകദേശം 3.5 ബില്യൺ ആളുകൾ ജനസംഖ്യ ഈ ബ്രിക്സിനെ പ്രതിനിധീകരിക്കുന്നു. ദെൻ സമ്പദ് വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ സംയോജിത GDP എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം $28.5 ട്രില്യൺ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 28% ബ്രിക്സ് ആണ്. ദെൻ എനർജിയുടെ കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗോള ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിൻ്റെ 44% സംഭാവന ചെയ്യുന്നത് ഇപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഇറാൻ, സൗദി അറേബ്യ, UAE ഇവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിക്സ് എന്ന് പറയുന്ന സംഘടന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് NDB സ്ഥാപിച്ചിട്ടുണ്ട്. 2014 6ാമത് ബ്രിക്സ് ഉച്ചകോടി. ഈ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള തീരുമാനത്തിലാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ ബ്രിക്സിന് ഒരു ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്ഥാപിതമായിട്ടുള്ളത്. ദെൻ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന കൂടി നമുക്ക് നോക്കിയിട്ട് പോകാം. SCO, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘടന ഇപ്പോൾ ഞാൻ SCO എന്ന് പറയുന്ന സംഘടന ബ്രിക്സ് പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നാറ്റോ ചോദിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ബ്രിക്സ് നമ്മൾ നോക്കി, അതുപോലെ തന്നെ SCO കൂടി നോക്കിപ്പോകാം. ഇതിൻ്റെ ആസ്ഥാനം വരുന്ന SCOയുടെ ആസ്ഥാനം വരുന്ന ബീജിങ്ങിലാണ്, ചൈനയിലാണ്. 2001 ജൂൺ 15 ഇത് രൂപീകരിച്ചത്. 2003 സെപ്റ്റംബർ 19 ഔപചാരികമായിട്ട് നിലവിൽ വന്നു. ഇതിന് 2 ഭാഷകൾ, ഔദ്യോഗിക ഭാഷകളുണ്ട്, ചൈനീസും റഷ്യനുമാണ്. ഇന്ത്യ SCOയിൽ ജോയിൻ ചെയ്തത് ജൂൺ 2017 SCOയുടെ അസ്താന ഉച്ചകോടിയിൽ വെച്ചിട്ടാണ് ഇന്ത്യ ഇതിൽ ജോയിൻ ചെയ്തത്. ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും സുപ്രീം ഡിസിഷൻ ബോഡി എന്ന് പറയുന്നത് ഹെഡ് സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്ന HSC ആണ്. ഈ പറയുന്ന SCOയുടെ ഏറ്റവും സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി. അംഗരാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ SCOയെ സംബന്ധിച്ചുള്ള വലിയൊരു പ്രശ്നം തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നമുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ട്, കിർഗിസ്ഥാനും തജിക്കിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ട്, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ട്. ഇന്ത്യയും ചൈനയിൽ തമ്മിലായിട്ട് അതിർത്തി പ്രശ്നങ്ങളുണ്ട്. ഉന്നതതല യോഗങ്ങളിൽ പോലും സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരത, അതുപോലെ അടിക്കടിയുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ, ഇതെല്ലാം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽപ്പെടുന്നതാണ്. കിർഗിസ്ഥാൻ തജിക്കിസ്ഥാൻ പ്രശ്നം എന്ന് പറയുമ്പോൾ അവിടെ അതിർത്തി സംഘർഷങ്ങളുണ്ട്. 2022 കാര്യമായിട്ട് ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പ്രശ്നമായിട്ട് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നേതൃത്വമായിട്ടുള്ള സംഘർഷങ്ങൾ കാരണം അതിൻ്റെ ആ ഐഡിയോളജിക്കൽ ഡിഫറൻസും പ്രശ്നമാണ് ഈ 2 രാജ്യങ്ങൾ തമ്മിൽ, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പ്രശ്നം. അപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങൾ, അംഗങ്ങളായിട്ട് രാജ്യങ്ങൾ തമ്മിൽ തന്നെ വളരെയധികം സീരിയസ് ആയിട്ടുള്ള വൈരുദ്ധ്യങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് SCOയെ സംബന്ധിച്ച്. ഇതിൻ്റെ ഒരു ലക്ഷ്യം യൂറേഷ്യയിൽ യൂറോപ്പും ഏഷ്യയും ചേരുന്ന ആ ഒരു റീജിയനിൽ സമാധാനം പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചൈനയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്. ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡിസിഷൻ മേക്കറും ഈ ഒരു സംഘടനയിൽ, SCOയിൽ, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് ഓർത്തിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? റോബസ്പിയർ, ജാക്കോബിൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ്, VI ലെനിൻ, സ്പിരിറ്റ് ഓഫ് ലോ, വോൾട്ടയർ, ലോങ് മാർച്ച്, മാവോ സേതു. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇപ്പോൾ ഏത് നോക്കുക, ഇവിടെ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായത് നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കേണ്ടതിൻ്റെ, ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ, അതായത് ശരിയായത് ഏത് അങ്ങനെയുള്ളത്, തെറ്റായത് ഏത്, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ ഓപ്ഷൻസ് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ നോക്കുക, താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ജോഡി എന്ന് പറയുമ്പോൾ ഇതിൽ ശരിയായത് ഏതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം, തെറ്റായത് ഏതെന്നുള്ളതും കൃത്യമായിട്ട് അറിയണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ വേൾഡ് ഹിസ്റ്ററി പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള, ലോക ചരിത്രത്തിൽ നിന്നുള്ള ടോപ്പിക്കുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നോക്കുക, വേൾഡ് ഹിസ്റ്ററിയിൽ പലയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ റഷ്യൻ റവല്യൂഷൻ, ദെൻ ചൈനീസ് റവല്യൂഷൻ, ദെൻ അമേരിക്കൻ റവല്യൂഷൻ,
അതുപോലെ തന്നെ ലോകമഹായുദ്ധങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ എല്ലായിടത്തും ഓരോ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു പോകാനുണ്ട്. ആ വ്യക്തിത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വസ്തുതകൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ, ചില തിയറികൾ, അതിൻ്റെയൊക്കെ പേരൊക്കെ ഒന്ന് ഓർത്ത് പോകണം. അപ്പോൾ ഞാൻ ചിലതൊന്ന് ഓർമ്മിപ്പിച്ചു പോവാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രഞ്ച് വിപ്ലവം, മാക്സിമിലിയൻ റോബസ്പിയർ നമുക്ക് ഓർക്കാം. വോൾട്ടയർ ഉണ്ട്, മോണ്ടസ്ക്യൂ ഉണ്ട്, ജോൺ ലോക്കെ ഉണ്ട്, ദെൻ ലൂയിസ് 16, മേരി ആൻ്റണിറ്റ്, ദെൻ ജോർജസ് ഡാൻറ്റൺ, ദെൻ ജീൻ പോൾ മറാൾട്ട്. ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന പേരുകൾ തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില വസ്തുതകൾ ഞാൻ നമുക്കൊന്ന് ഓർത്തു പോകാം. മാക്സിമിലിയൻ റോബസ്പിയർ, ഭീകരതയുടെ ഭരണകാലത്തെ നേതാവ്, റെയിൻ ഓഫ് ടെറർ, സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചു. റെയിൻ ഓഫ് ടെറർ ഭരണകാലത്ത് ജക്കോബിയൻസ് ക്ലബിനെയും അതുപോലെ പൊതുസുരക്ഷാ സമിതിയെയും നയിച്ചു ഈ മാക്സിമിലിയൻ റോബസ്പിയർ. ദെൻ വോൾട്ടയർ, 1789 ഫ്രഞ്ച് വിപ്ലവത്തിന് ആക്കം കൂടുന്ന ആശയങ്ങൾക്ക് വഴിയൊരുക്കിയത് വോൾട്ടയറിൻ്റെ ആശയങ്ങളാണ്. ശ്രദ്ധേയമായിട്ടുള്ള കൃതികൾ കാൻറ്റൈഡ്, ലെറ്റേഴ്സ് ഓൺ ദ ഇംഗ്ലീഷ്, ലെറ്റേഴ്സ് ഓൺ ടോളറൻസ്, ഈ പറയുന്ന കൃതികളൊന്ന് ഓർത്തിരിക്കുക, ചോദിക്കാം. ദെൻ ജീൻ ജാക്കസ് റൂസോ, റൂസോയുടെ പേര് എടുത്തു പറയേണ്ടതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയും റൊമാൻറ്റിക് തലമുറയുടെയും നേതാക്കളെ പ്രചോദിപ്പിച്ചു. ദെൻ ഗവൺമെൻറ് ഭരിക്കപ്പെടുന്നവരുടെ സമ്മതത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം എന്ന ആശയത്തിന് വേണ്ടി വാദിച്ചു. ദ സോഷ്യൽ കോൺട്രാക്റ്റ്, 1762 വന്നിട്ടുള്ള ദ സോഷ്യൽ കോൺട്രാക്റ്റിന് വേണ്ടി റൂസോ വാദിച്ചു. ദെൻ അടുത്ത് വരുന്നത് മോണ്ടസ്ക്യൂ ആണ് വരുന്നത്. മോണ്ടസ്ക്യൂ ദ സ്പിരിറ്റ് ഓഫ് ദ ലോസ് 1748 അദ്ദേഹം കൊണ്ടുവന്നതാണ്. ആധുനിക ഭരണഘടനാ രൂപകൽപ്പനയെ സ്വാധീനിച്ചുകൊണ്ട് ഗവൺമെൻറ്റിലെ അധികാര വിഭജനങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തു മോണ്ടസ്ക്യൂ. പേർഷ്യൻ ലെറ്റേഴ്സ് 1721 അദ്ദേഹത്തിൻ്റെ കൃതി. ആക്ഷേപഹാസ്യങ്ങളിലൂടെ ഫ്രഞ്ച് സമൂഹത്തെ വിമർശിക്കുകയും അദ്ദേഹം ചെയ്തു മോണ്ടസ്ക്യൂ. ദെൻ ജോൺ ലോക്കെ, സ്വാഭാവിക അവകാശങ്ങൾക്ക് വേണ്ടിയും അതുപോലെ സാമൂഹിക കരാറിനും പ്രാധാന്യം നൽകി. ദ സെക്കൻഡ് ട്രീറ്റീസ് ഓഫ് സിവിൽ ഗവൺമെൻറ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ ആയിട്ടുള്ള വർക്കാണ് 1689. അടുത്ത ലൂയിസ് 16 പേര് ഓർത്തിരിക്കണം. ഫ്രാൻസിൽ രാജാവായിരുന്നു. 1793 ഗില്ലറ്റിൻ ഉപയോഗിച്ച് അദ്ദേഹത്തെ വധിച്ചു. മേരി ആൻ്റണിറ്റ് ഫ്രാൻസിലെ രാജ്ഞിയായിരുന്നു. 1793 തന്നെ വധിക്കപ്പെട്ടു. ജോർജസ് ഡാൻറ്റൻ്റെ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തെ ആ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജോർജസ് ഡാൻറ്റൻ. 1797 ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ടു. ജീൻ പോൾ മറാട്ട്, റാഡിക്കൽ ജേർണലിസ്റ്റും രാഷ്ട്രീയക്കാരനുമായിരുന്നു ജീൻ പോൾ മറാട്ട്. 1793 വധിക്കപ്പെട്ടു. ലാമി ഡു പീപ്പിൾ എന്ന് പറയുന്ന ആ ഒരു പത്രം, ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീൻ പോൾ മറാട്ട്. ലാമി ഡു പീപ്പിൾ എന്ന് പറയുന്ന പത്രം, ജീൻ പോൾ മറാട്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട്, ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം വിപ്ലവാനന്തരം അധികാരത്തിലെത്തിയ സൈനിക നേതാവാണ്. നെപ്പോളിയൻ കോഡ് സ്ഥാപിച്ചു. ദെൻ ക്യാമ്പോ ഫോർമിയോ ഉടമ്പടി, അമിയൻസ് ഉടമ്പടി, സർഫ്ഡോം ഫ്യൂഡലിസം നിർത്തലാക്കിയ അദ്ദേഹം. പാരമ്പര്യ ഭൂമി ബാധ്യതകളിൽ നിന്നും ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചു. 1814 പരാജയപ്പെട്ട് അദ്ദേഹം എൽബയിലേക്ക് നാടുകടത്തപ്പെട്ടു. ദെൻ തിരികെ എത്തി 1815 വാട്ടർലൂ യുദ്ധത്തിലും അദ്ദേഹം പരാജയപ്പെട്ടു. ഈ പറയുന്ന കാര്യങ്ങളും വസ്തുതകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ അമേരിക്കൻ വിപ്ലവത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ജോൺ ആഡംസ്, അലക്സാണ്ടർ ഹാമിൽട്ടൺ. ഈ പേരുകളൊന്ന് ഓർത്തിരിക്കുക. ജോർജ് വാഷിങ്ടൺ കോണ്ടിനെൻ്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. ആദ്യത്തെ US പ്രസിഡന്റ് ആയിരുന്നു ജോർജ് വാഷിങ്ടൺ. തോമസ് ജെഫേഴ്സൺ മൂന്നാമത്തെ US പ്രസിഡന്റ് ആയിരുന്നു. ശ്രദ്ധേയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുണ്ട്, ഡെക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ഒന്ന് ഓർത്തിരിക്കണം, ഡെക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കൃതിയാണ്. ഇനി അടുത്ത് വരുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, നയതന്ത്രജ്ഞനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു. ഫ്രഞ്ച് പിന്തുണ ഉറപ്പാക്കുന്നതിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ജോൺ ആഡംസ് നയതന്ത്രജ്ഞനായിരുന്നു, രണ്ടാമത്തെ പ്രസിഡൻറ്റുമായിരുന്നു. US രണ്ടാമത്തെ പ്രസിഡൻ്റായിരുന്നു ജോൺ ആഡംസ്. ദെൻ അലക്സാണ്ടർ ഹാമിൽട്ടൺ, ഫെഡറലിസ്റ്റ് പേപ്പേഴ്സ് എന്നതിൻ്റെ സഹരചയിതാവാണ് അലക്സാണ്ടർ ഹാമിൽട്ടൺ. ആ പേര് ഓർത്തിരിക്കുക. ഫെഡറലിസ്റ്റ് പേപ്പേഴ്സ് അലക്സാണ്ടർ ഹാമിൽട്ടൺ. ഡെക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തോമസ് ജെഫേഴ്സൺ, ഓർത്തിരിക്കുക. ദെൻ റഷ്യൻ വിപ്ലവത്തിലേക്ക് പോകുമ്പോൾ വ്ളാഡിമിർ ലെനിനെ ഓർക്കണം, ലിയോൺ
ട്രോട്സ്കീനെ ഓർക്കണം, ദെൻ ജോസഫ് സ്റ്റാലിനെ ഓർക്കണം, നിക്കോളാസ് ടൂനെ ഓർക്കണം, അലക്സാണ്ടർ കറൻസ്കി ഓർക്കണം. ഈ പേരുകളെല്ലാം ഒന്ന് ഓർത്തേ മതിയാവും. വ്ളാഡിമിർ ലെനിൻ ബോൾഷെവിക്കുകളുടെ നേതാവായിരുന്നു അദ്ദേഹം. ഒക്ടോബർ വിപ്ലവത്തിൻ്റെ ശില്പി വ്ളാഡിമിർ ലെനിനാണ്. 1917 ഏപ്രിലിൽ ജർമ്മനി ദെൻ ഫിൻലൻഡ് വഴി സ്വിറ്റ്സർലൻഡിലെ പ്രവാസത്തിൽ നിന്ന് പെട്രോഗ്രേഡിലേക്ക് മടങ്ങുമ്പോൾ ബോൾഷെവിക് നേതാവ് ആയിട്ടുള്ള വ്ളാഡിമിർ ലെനിൻ പുറപ്പെടുവിച്ച 10 നിർദ്ദേശങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു ഏപ്രിൽ തീസിസുകൾ. ഏപ്രിൽ തീസിസ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. ദെൻ ലെനിൻ്റെ നയങ്ങളെ മൊത്തത്തിൽ യുദ്ധ കമ്മ്യൂണിസം, വാർ കമ്മ്യൂണിസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ദെൻ ലെനിൻ പുതിയ സാമ്പത്തിക നയം, ന്യൂ എക്കണോമിക് പോളിസി NEP അവതരിപ്പിച്ചു. അത് വിപണിയിലേക്ക്, പണസമ്പദ് വ്യവസ്ഥയിലേക്ക് ഭാഗികമായിട്ടുള്ള തിരിച്ചുവരവ് മാത്രമായിരുന്നു. മറ്റ് കൃതികൾ പറയുകയാണെന്നുണ്ട്, ദ സ്റ്റേറ്റ് ആൻഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അത് ഓർത്തിരിക്കണം, ശ്രദ്ധിക്കേണ്ട ഒരു പേരാണ് ദ സ്റ്റേറ്റ് ആൻഡ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ലിയോൺ ട്രോട്സ്കി ബോൾഷെവിക് വിപ്ലവത്തിലെ പ്രധാന നേതാവായിരുന്നു ലിയോൺ ട്രോട്സ്കി. റെഡ് ആർമിയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിയോൺ ട്രോട്സ്കിയാണ്. സ്ഥിര വിപ്ലവം എന്ന സിദ്ധാന്തം വികസിപ്പിച്ചെടുത്തത് ലിയോൺ ട്രോട്സ്കിയാണ്. സ്റ്റാലിൻ പക്ഷേ ഇദ്ദേഹത്തെ പുറത്താക്കി 1929 നാടുകടത്തപ്പെടുകയും ചെയ്തു. ജോസഫ് സ്റ്റാലിൻ ബോൾഷെവി വിപ്ലവകാരിയായിരുന്നു. പിന്നീട് സോവിയറ്റ് നേതാവായി മാറി. പഞ്ചവത്സര പദ്ധതികൾ അവതരിപ്പിച്ചത് 1928 ജോസഫ് സ്റ്റാലിനാണ്. ജർമ്മൻ സോവിയറ്റ് അഗ്രഷൻ ഉടമ്പടി ഒപ്പുവെച്ചതും ജോസഫ് സ്റ്റാലിനാണ്, ഓർത്തിരിക്കുക. നിക്കോളാസ് ടു റഷ്യയിലെ അവസാനത്തെ സാറായിരുന്നു ഇദ്ദേഹം. സ്ഥാനത്യാഗം ചെയ്ത് പിന്നീട് വധിക്കപ്പെടുകയും ചെയ്തു. ദെൻ അലക്സാണ്ടർ കറൻസ്കി ബോൾഷെവിക്കുകൾ ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ തലവൻ റഷ്യയിൽ അലക്സാണ്ടർ കറൻസ്കി ആയിരുന്നു. ദെൻ ഒന്നാം ലോക മഹായുദ്ധം നമുക്ക് ഒന്ന് നോക്കിപ്പോവാം. കൈസർ വില്യം, വുഡ്രോ വിൽസൺ, ഡേവിഡ് ലോയിഡ് ജോർജ്, ദെൻ ജോർജസ് ക്ലെമൻസോ, ദെൻ വ്ളാഡിമിർ ലെനിൻ. ഈ പറയുന്ന പേരുകളൊന്ന് ഓർത്തിരിക്കണം. കൈസർ വില്യം ജർമ്മൻ ചക്രവർത്തിയായിരുന്നു. യുദ്ധത്തിൻ്റെ അവസാനത്തിൽ സ്ഥാനത്യാഗം ചെയ്ത് പുറത്തുപോയി കൈസർ വില്യം. വുഡ്രോ വിൽസൺ US പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്ന 14 പോയിന്റുകളുണ്ട്, 14 പോയിന്റ്. അതുപോലെ ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം നിർദ്ദേശിച്ചു. ദെൻ ഡേവിഡ് ലോയിഡ് ജോർജ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. വെർസൈൽസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഡേവിഡ് ലോയിഡ് ജോർജ്. അതുപോലെ ജോർജസ് ക്ലെമൻസോ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായിരുന്നു. ജർമ്മനിക്കെതിരെ കഠിനമായ ശിക്ഷകൾക്കായിട്ട് അദ്ദേഹം വാദിക്കുകയും ചെയ്തു, ജോർജസ് ക്ലെമൻസോ. വ്ളാഡിമിർ ലെനിൻ ബോൾഷെവി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഈ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അത് തീരുന്നതിനൊക്കെ തൊട്ട് മുൻപായിട്ട് ബോൾഷെവി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് വ്ളാഡിമിർ ലെനിൻ ആയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് റഷ്യ യുദ്ധത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന്. രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വരുമ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ, വിൻസ്റ്റൺ ചർച്ചിൽ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ജോസഫ് സ്റ്റാലിൻ, ഹിരോഹിതോ, ആൻ ഫ്രാങ്ക്, ഈ പേരുകൾ കൂടി ഓർത്തിരിക്കണം. അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിലെ നാസി ഏകാധിപതിയായിരുന്നു. യുദ്ധം ആരംഭിക്കുകയും ഹോളോകോസ്റ്റ് നടത്തുകയും ജൂത കൂട്ടക്കൊലകൾ നടത്തുകയും ചെയ്ത വ്യക്തിയാണ് അഡോൾഫ് ഹിറ്റ്ലർ. വിൻസ്റ്റൺ ചർച്ചിലിനെ പറ്റി പറയുകയാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. യുദ്ധത്തിലുടനീളം ബ്രിട്ടനെ നയിക്കുകയും ചെയ്ത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് US പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. യുദ്ധത്തിൻ്റെ ഭൂരിഭാഗം സമയത്ത് US നയിച്ച് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ജോസഫ് സ്റ്റാലിൻ സോവിയറ്റ് നേതാവായിരുന്നു. നാസി ജർമ്മനിയുടെ പരാജയത്തിൽ നിർണായകമായ ചില നിലപാടുകൾ എടുത്ത ജോസഫ് സ്റ്റാലിനാണ്. ഹിരോഹിതോ ആ സമയത്ത് ജപ്പാൻ്റെ ചക്രവർത്തിയായിരുന്നു. യുദ്ധസമയത്ത് ജപ്പാൻ്റെ മേൽനോട്ടം വഹിച്ചതും ഹിരോഹിതോ ആണ്. ദെൻ ഇവരിലൊന്നും പെടാത്ത, ഇവരുടെ പശ്ചാത്തലത്തിലൊന്നും തന്നെ അല്ലാത്ത ഒരു വ്യക്തിയാണ് ആൻ ഫ്രാങ്ക്. 1945 ഫെബ്രുവരി മാർച്ച് സമയത്തെ ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ടുള്ള ബർഗൻ ബെൽസൺ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജർമ്മനിയിൽ അന്തരിച്ച വ്യക്തിയാണ് ആൻ ഫ്രാങ്ക്. ഈ പെൺകുട്ടിയുടെ ഡയറി, അതറിയപ്പെടുന്ന അതിൻ്റെ പേര് തന്നെ ഒരു പെൺകുട്ടിയുടെ ഡയറി എന്നാണ്. നെതർലൻഡ്സിലെ നാസി അധിനിവേശ കാലത്ത് ഒളിവിൽ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഈ ആൻ ഫ്രാങ്ക് എഴുതിയ ഡയറി ആണിത്. അവളുടെ ജീവിതം രേഖപ്പെടുത്തുന്ന ഒരു പെൺകുട്ടിയുടെ ഡയറി എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായിട്ടുള്ള കൃതിയാണ്. ആൻ ഫ്രാങ്കിൻ്റെ പേരും ഓർത്തിരിക്കുക. ഞാൻ അടുത്ത ചൈനീസ് വിപ്ലവത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മാവോ സെതുങ്ങിൻ്റെ പേര് ഓർത്തിരിക്കണം, ചിയാങ് കൈഷക്കിൻ്റെ പേര് ഓർത്തിരിക്കണം, സൗ എൻലയുടെ പേര് ഓർത്തിരിക്കണം, ഡെങ് സിയാവോ പിങ്ങിൻ്റെ പേര് ഓർത്തിരിക്കണം, സനി യാറ്റ്സിൻ്റെ പേര് ഓർത്തിരിക്കണം.
മാവോ സെതുങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു മാവോ സെതുങ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിച്ച ഇദ്ദേഹമാണ്. ശ്രദ്ധേയമായിട്ടുള്ള മാവോ സെതുങ്ങിൻ്റെ ലിറ്റിൽ റെഡ് ബുക്ക് എന്നറിയപ്പെടുന്ന ചെയർമാൻ മാവോ സെതുങ്ങിൽ നിന്നുള്ള ഉദ്ധരണികൾ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ലിറ്റിൽ റെഡ് ബുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. നാഷണലിസ്റ്റ് പാർട്ടിയുടെയും ചിയാങ് കൈഷക്കിൻ്റെ സേനയുടെയും പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാവോ സെതുങ് ഒരു ലോങ് മാർച്ച് സംഘടിപ്പിച്ചു. അദ്ദേഹമാണ് നയിച്ചത്, മാവോ സെതുങ് ആണ് നയിച്ചത്. ഇത് ചോദ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ചിയാങ് കൈഷക്ക് നാഷണലിസ്റ്റ് പാർട്ടി നേതാവാണ്. ചിയാങ് കൈഷക്ക് തായ്വാനിലേക്ക് പിൻവാങ്ങി അദ്ദേഹം. സോ എൻലൈ എന്ന് പറയുന്ന വ്യക്തി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ്, പ്രധാന കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയാണ്. ദെൻ അടുത്തത് ഡെങ് സിയാവോപിങ് സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. സന്നിയാറ്റ്സൻ റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപക പിതാവാണ്, ആദ്യകാല വിപ്ലവ നേതാവ് കൂടിയാണ് സന്നിയാറ്റ്സൻ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത്ഗർ എന്ന സംഘടന രൂപീകരിച്ചു. ഇതെല്ലാം ശരിയാണ്. ഉത്തരം വരുന്നത് എല്ലാം എന്നാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇപ്പോൾ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ പോലെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ എല്ലാവരുടെയും വിവരങ്ങളൊന്ന് നിങ്ങളൊന്ന് പഠിച്ചു പോകേണ്ടതാണ്. ഏത് വ്യക്തിയെ ചോദിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. എങ്കിൽ പോലും ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ചോദിച്ച സ്ഥിതിക്ക് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ പറ്റി വീണ്ടും ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സോ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേര് അതിർത്തി ഗാന്ധി എന്നാണ്. അദ്ദേഹം ഫെബ്രുവരി 6 1890 ഉമൻസായി എന്ന് പറയുന്ന സ്ഥലം, ഇപ്പോൾ അത് പാകിസ്ഥാനിലാണ്, അവിടെയാണ് ജനിച്ചത്. അതുപോലെ ഗൈഡ്സ് കോർപ്സിൽ ചേരാനായിട്ട് ഹൈസ്കൂൾ വിട്ട് അദ്ദേഹം 26 വയസ്സിൽ ബാദ്ഷാ ഖാൻ എന്ന് പറയുന്ന പേര് സ്വീകരിച്ചു. പിന്നെ ഗാന്ധിയുമായിട്ട് അടുക്കുകയും ഗാന്ധിയെ കണ്ട് 1919 റൗലത്ത് ആക്ട് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ സജീവമായിരുന്നു. പഷ്തൂണുകൾക്കിടയിൽ അഹിംസാത്മകമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് വാദിച്ചുകൊണ്ട് റെഡ് ഷർട്ട് അല്ലെങ്കിൽ ഖുദായ് ഖിദ്മത്ഗർ എന്ന് പറയുന്ന പ്രസ്ഥാനം അദ്ദേഹം സ്ഥാപിച്ചു. പുഷ്തയിൽ ഒരു മാസിക അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ദെൻ ഭാരതരത്നം ലഭിക്കുകയും ചെയ്തു. 1987 ഭാരതരത്നം ലഭിച്ചു. ഇതൊക്കെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവിടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ സംബന്ധിച്ച് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരിക്കൽ ഒരു മെൻഷനിങ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മെൻഷനിങ് ഉണ്ടായിട്ടുള്ള വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കിപ്പോൾ ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം ജനിച്ചത് 1875 ഒക്ടോബർ 31 നദിയാദ് എന്ന് പറയുന്ന സ്ഥലം ഗുജറാത്തിലാണ്. അവിടെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും സർദാർ വല്ലഭായ് പട്ടേലാണ്. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന മുദ്രാവാക്യവുമായിട്ട് ഇന്ത്യയുടെ ഐക്യം പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പരിശോധിക്കുകയാണെന്നുള്ള ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ വിവിധ കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകി. മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച ഉപദേശക സമിതിയിൽ അംഗമായിരുന്നു. പ്രവിശ്യ ഭരണഘടനാ സമിതിയിൽ അംഗമായിരുന്നു. അതുപോലെ തന്നെ മദ്യപാനം, തൊട്ടുകൂടായ്മ, ജാതി വിവേചനം, സ്ത്രീ വിമോചനം എന്നിവയ്ക്ക് വേണ്ടി വാദിച്ചു. മദ്യപാനത്തിനെതിരെ വാദിച്ചു, തൊട്ടുകൂടായ്മയ്ക്കെതിരെ വാദിച്ചു, ജാതി വിവേചനത്തിനെതിരെ വാദിച്ചു, സ്ത്രീ വിമോചനത്തിന് വേണ്ടി വാദിച്ചു. ഓക്കെ. ഖേദ സത്യാഗ്രഹം 1919 ഖേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. അതുപോലെ ബർദോളി സത്യാഗ്രഹം 1928 നടന്നിട്ടുള്ളത്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളിയിലെ വനിതകൾ അന്ന് സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന് പറയുന്ന ടൈറ്റിൽ നൽകി, സർദാർ എന്ന് പറയുന്ന പേര് നൽകി. സർദാർ എന്ന് പറയുന്ന പേര് ബർദോളി സത്യാഗ്രഹത്തിന് ശേഷമാണ് വല്ലഭായ് പട്ടേലിന് ലഭിക്കുന്നത്. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് വേണ്ടി അദ്ദേഹം കാര്യമായിട്ട് ശ്രമകരമായിട്ടുള്ള എഫർട്ട് എടുത്തിട്ടുള്ള ആളാണ്. 565 നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ സംയോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഏകീകരണം ഉറപ്പാക്കാൻ നയതന്ത്ര മാർഗങ്ങൾ സ്വീകരിച്ചു അദ്ദേഹം. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. 1950 ഡിസംബർ 15 ബോംബെയിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് രൂപീകരിച്ച 1953 ഇത് ഷാ കമ്മീഷൻ
എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫസൽ അലി, എച്ച്.എൻ. കുൻസ്രു എന്നിവർ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. നോക്കുക, ഈ ഷാ കമ്മീഷൻ ഇതുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. 1, 3, 4 ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഷാ കമ്മീഷൻ എന്ന് പറയുന്നത് വേറൊരു കമ്മീഷനാണ്. ഇപ്പോൾ എന്തായാലും സംസ്ഥാന പുനഃസംഘടനകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സംസ്ഥാന പുനഃസംഘടനകളെ സംബന്ധിച്ച് ഇന്ത്യയിൽ വിവിധ കമ്മീഷനുകൾ വന്നിട്ടുണ്ട്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953 വന്നിട്ടുണ്ട്. അന്ന് 1953 വന്ന് 1955 റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. അതിൽ ഫസൽ അലി, കെ.എം. പണിക്കർ, എച്ച്.എൻ. കുൻസ്രു ഇവരൊക്കെ അംഗങ്ങളായിരുന്നു. റിപ്പോർട്ട് 1955 സമർപ്പിച്ചത്. ഇത് റിപ്പോർട്ട് വന്നത് സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിലേക്ക് നയിച്ചിട്ടുള്ള കാര്യമാണ്. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം വന്നിട്ടുള്ളത്. പ്രാരംഭ വിഭജനമായിട്ട് ഇന്ത്യയെ 14 സംസ്ഥാനങ്ങളായിട്ടും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടും വിഭജിക്കുകയും ചെയ്തു. ശേഷം കുറച്ച് കമ്മീഷനുകൾ അല്ലെങ്കിൽ കമ്മിറ്റികൾ വന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ധാർ കമ്മീഷൻ 1948 വന്നിട്ടുള്ള ധാർ കമ്മീഷൻ, അതുപോലെ JVP കമ്മിറ്റി 1948. ധാർ കമ്മീഷൻ ഭരണപരമായിട്ടുള്ള സൗകര്യത്തിനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ JVP കമ്മിറ്റി സംസ്ഥാനങ്ങൾക്കുള്ള ഭാഷാടിസ്ഥാനം നിരസിക്കുകയും ചെയ്തു. ഫസൽ അലി കമ്മീഷൻ 1953 വന്നിട്ടുള്ള ഫസൽ അലി കമ്മീഷൻ പക്ഷേ ഭാഷാപരവും സാംസ്കാരികമായിട്ടുള്ള സമാനതകൾ, ഐക്യം, ഭരണപരമായിട്ടുള്ള കാര്യക്ഷമത ഇതൊക്കെ അടിസ്ഥാനമാക്കി പുനഃസംഘടിപ്പിക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇത് ഒരു ചെറിയൊരു ഹിസ്റ്ററിയാണ് അതിൻ്റെ, അതൊന്ന് ഓർമ്മയിൽ ഇരിക്കണം. ദെൻ ഷാ കമ്മീഷൻ ഇതിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനാണ്. ഷാ കമ്മീഷൻ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 വന്നിട്ടുള്ള ഒരു കമ്മീഷനാണ്. അടിയന്തരാവസ്ഥ കാലയളവിൽ അധികാര ദുർവിനിയോഗം, അതിക്രമങ്ങൾ ഇവയുടെ വിവിധ വശങ്ങൾ അന്വേഷിക്കാനും പരിശോധിക്കാനും ജസ്റ്റിസ് JC ഷായുടെ നേതൃത്വത്തിൽ ഷാ കമ്മീഷനെ നിയോഗിക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയെ പറ്റിയുള്ള കണ്ടെത്തലുകൾ ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്ത് നടന്നിട്ടുള്ള സ്ഥാനചലനങ്ങൾ, ആളുകളുടെ സ്ഥാനചലനങ്ങൾ, അതുപോലെ തന്നെ സർക്കാർ നടപടികളിലെ തെറ്റായിട്ടുള്ള നടപടികൾ, സ്വാതന്ത്ര്യത്തിനെ ബാധിച്ചിട്ടുണ്ടോ, കസ്റ്റഡി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, ക്യാബിനറ്റുമായിട്ടുള്ള ആലോചനകൾ കൃത്യമായി നടന്നിട്ടുണ്ടോ, രാഷ്ട്രീയ അറസ്റ്റുകൾ എങ്ങനെയാണ് നടന്നിട്ടുള്ളത്, അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്തുക എന്നാണ് ഈ ഒരു കമ്മീഷൻ ഉദ്ദേശിച്ചത്. ഈ കമ്മീഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടെത്തലുകൾ പ്രധാനമായിട്ടും സർക്കാർ നടപടികളെ സംബന്ധിച്ച് നിർബന്ധിത വന്ധ്യംകരണത്തിൻ്റെ അതുപോലെ സ്വേച്ഛാപരമായ അറസ്റ്റുകളുടെ ഇരകളുണ്ടായി എന്ന് കണ്ടെത്തി. ഏകദേശം 1,11,000 ആളുകൾ ഇതിന് ഇരയായി എന്നാണ്, സ്വേച്ഛാപരമായിട്ടുള്ള അറസ്റ്റുകൾക്ക് ഇരയായി എന്നാണ് കണ്ടെത്തിയത്. അതുപോലെ പത്രസ്വാതന്ത്ര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിയമപരമായ ഉപരോധങ്ങളില്ലാതെ വെട്ടിച്ചുരുക്കലുണ്ടായി, വാക്കാലുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് ഈ ഓഫീസുകളുടെ വൈദ്യുതികൾ വിച്ഛേദിക്കുന്ന സാഹചര്യം ഉണ്ടായി, കസ്റ്റഡി മരണങ്ങളുണ്ടായി, നിരവധി പീഡനങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതായിട്ട് ഈ കമ്മീഷൻ്റെ തന്നെ കമ്മീഷൻ ഉന്നയിക്കുകയും ചെയ്തു. ക്യാബിനറ്റുമായിട്ട് കൂടി ആലോചിക്കാതെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സ്വന്തമായിട്ട് ഏർപ്പെടുത്തിയതാണ് അടിയന്തരാവസ്ഥ എന്നും കണ്ടെത്തി. അതുപോലെ തന്നെ രാഷ്ട്രീയ അറസ്റ്റുകൾ, വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും വിട്ടയക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് കണ്ടെത്തി. അധികാര ദുർവിനിയോഗം കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തി. രാഷ്ട്രീയ പ്രേരിതവും അനുചിതവും വ്യാജവുമായിട്ടുള്ള ഉത്തരവുകൾ IAS ഉദ്യോഗസ്ഥർക്ക് നൽകി, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു, പല കാര്യങ്ങളും അധികാര ദുർവിനിയോഗം സംഭവിച്ചു എന്നും ഈ കമ്മീഷൻ കണ്ടെത്തി. അപ്പോൾ ഷാ കമ്മീഷനെ പറ്റി ഞാൻ പറഞ്ഞത് മാത്രം അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതിനാൽ അതൊന്ന് ഓർത്തിരിക്കണം. ദെൻ അടുത്ത് വരുന്നത് അന്തരീക്ഷത്തിലെ താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അന്തരീക്ഷത്തിൽ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹവാതകമാണ്. ഗ്രാനൈറ്റ് ഒരു തരം അവസാദശിലയാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അപ്പോൾ ഇത് ജോഗ്രഫിയിലേക്ക് ക്വസ്റ്റ്യൻ പോയിട്ടുണ്ട്. ജോഗ്രഫിയിലെ 4 വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്തിരിക്കുകയാണ്. ഒന്ന് അന്തരീക്ഷത്തിൻ്റെ ഘടനയും പാളികളും, അടുത്തത് പൊല്യൂഷനാണ്, പരിസ്ഥിതി മലിനീകരണമാണ്, അതുമായിട്ട് പെട്ട ആഗോളതാപനം, ഹരിതഗ്രഹ പ്രഭാവമാണ്, അതുപോലെ തന്നെ അടുത്തത് ശിലകളാണ്, പിന്നീട് വരുന്നത് നദികളാണ്. ഈ ടോപ്പിക്കുകളെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയിരിക്കുകയാണ്.
അപ്പോൾ എല്ലാ ടോപ്പിക്കുകളും നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇതേ ടോപ്പിക്കുകൾ തന്നെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതേ ടോപ്പിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ്, വേറെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കാം PSC പിക്ക് ചെയ്യാൻ സാധ്യത. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഘടനയും പാളികളും ഒന്ന് നോക്കിയിട്ട് പോകാം. അതിൻ്റെ ഘടന പറയുകയാണെങ്കിൽ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് പ്രധാനപ്പെട്ട കമ്പോസിഷൻ വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസി ഇതൊക്കെയാണ്. 78% നൈട്രജൻ ഉണ്ട്. ജീവജാലങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ നൈട്രജൻ. ഓക്സിജൻ അറിയാം, ശ്വസനത്തിനും പ്രകാശ സംശ്ലേഷണത്തിനും ആവശ്യമായിട്ടുള്ള ഓക്സിജൻ 21% വരും. കാർബൺ ഡൈ ഓക്സൈഡും വരുന്നുണ്ട്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം കൂടിയാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിൽ വയ്ക്കാം. ദെൻ ഇതിൻ്റെ പാളികളിലേക്ക് പോകുമ്പോൾ ട്രോപ്പോസ്ഫിയർ, താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഈ പറയുന്ന ഓർഡർ ഒന്ന് ഓർത്തിരിക്കണം. ട്രോപ്പോസ്ഫിയർ 12 കിലോമീറ്റർ വരെ നീളുന്നു. 99% ജലബാഷ്പം അടങ്ങിയിരിക്കുന്നു. കാലാവസ്ഥാ പ്രതിഭാസങ്ങളും വ്യോമയാനവും സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ വരുന്നത് 12 മുതൽ 50 കിലോമീറ്റർ വരെയാണ്. ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഉയരത്തിനനുസരിച്ച് ഇവിടെ താപനില വർദ്ധിക്കുന്നുണ്ട്. മെസോസ്ഫിയറിൽ വരുമ്പോൾ 50 മുതൽ 80 കിലോമീറ്റർ വരെ നീളുന്നു. ഏറ്റവും തണുത്ത പാളി എന്നറിയപ്പെടുന്നത് മെസോസ്ഫിയറാണ്. ഉൽക്കകൾ ഈ മെസോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. തെർമോസ്ഫിയർ വരുമ്പോൾ 80 മുതൽ 700 കിലോമീറ്റർ വരെ തെർമോസ്ഫിയറാണ്. സൂര്യപ്രകാശം കാരണം ഉയർന്ന താപനില ഈ തെർമോസ്ഫിയറിൽ ഉണ്ടാകുന്നു. അയണോസ്ഫിയറും അതുപോലെ ഒറോറ എന്ന് പറയുന്ന ഗ്രീനിഷ് ആയിട്ടുള്ള റെഡിഷ് ആയിട്ടുള്ള വെളിച്ചം, പ്രകാശങ്ങൾ കാണുന്ന അവസ്ഥ, അത് അയണോസ്ഫിയറും അറോറയും ഇവിടെ തെർമോസ്ഫിയറിലുണ്ട് കാണപ്പെടുന്നു. ദെൻ എക്സോസ്ഫിയർ 700 മുതൽ 10,000 കിലോമീറ്റർ വരെ നീളുന്നു. നേരെ സ്പേസിലേക്ക് എത്തിപ്പെടുന്നത് എക്സോസ്ഫിയറാണ്. ഉപഗ്രഹങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്, പരിക്രമണം ചെയ്യുന്നത് എക്സോസ്ഫിയറിലാണ്. ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കണം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ദെൻ മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, ഇതൊന്ന് ഓർത്തിരിക്കണം. ദെൻ അടുത്തൊരു ടോപ്പിക്ക് ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് പൊല്യൂഷനെ സംബന്ധിച്ച്, മലിനീകരണത്തെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിൽ ഹരിതഗ്രഹവാദങ്ങളെ സംബന്ധിച്ചാണ്. ഹരിതഗ്രഹവാദങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യോട്ടോ പ്രോട്ടോക്കോൾ പ്രകാരമുള്ള 7 തരത്തിലുള്ള ഡയറക്റ്റ് പ്രത്യക്ഷ ഹരിതഗ്രഹവാതകങ്ങളുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകൾ, പെർഫ്ലൂറോ കാർബണുകൾ, ദെൻ സൾഫർ ഹെക്സാഫ്ലൂറൈഡ്, ദെൻ നൈട്രൈൻ ട്രൈഫ്ലൂറൈഡ്. ഈ 7 നേരിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യക്ഷ ഹരിതഗ്രഹവാതകങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്നാണ് അന്തരീക്ഷത്തിൽ വരുന്നത്? ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ, കൽക്കരി, പ്രകൃതിവാതകം, എണ്ണ ഇവയെല്ലാം കത്തിക്കുമ്പോൾ, അതുപോലെ വനനശീകരണവും ഭൂവിനിയോഗ മാറ്റങ്ങളും ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടാൻ കാരണമാകും. കാടുകൾ വെട്ടിത്തെളിച്ച് കഴിഞ്ഞാൽ, അതുപോലെ വ്യവസായ പ്രക്രിയകൾ മൂലം ഇതൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടാനുള്ള കാരണമാണ്. മീഥേൻ എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ വരുന്നത്? കൃഷി, അതുപോലെ ഫോസിൽ ഇന്ധനങ്ങൾ, മാലിന്യത്തിൻ്റെ വിഘടനം, ഇതെല്ലാം മീഥേൻ അന്തരീക്ഷത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങളാണ്. നൈട്രസ് ഓക്സൈഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങൾ, അതായത് കൽക്കരി, വാതക ഇന്ധനങ്ങളാവട്ടെ, എണ്ണയാവട്ടെ, ഇതെല്ലാം ഈ പറയുന്ന ഇന്ധനങ്ങളുടെ ജ്വലനം മൂലം, അതുപോലെ പ്രത്യേകിച്ച് അത് കാറുകളിൽ ഉപയോഗിക്കുമ്പോൾ നൈട്രസ് ഓക്സൈഡ് പുറത്തോട്ട് വരുന്നു. നൈട്രിക് ആസിഡ് നിർമ്മാണത്തിൽ നിന്ന് വരുന്നു. അതുപോലെ വെൽഡിങ്, സ്ഫോടവസ്തുക്കളുടെ നിർമ്മാണം, ഇവയിൽ നിന്നൊക്കെ നൈട്രസ് ഓക്സൈഡ് പുറത്തോട്ട് വരുന്നു. സ്ഫോടവസ്തുക്കളിലൂടെ നൈട്രസ് ഓക്സൈഡ് പുറത്തോട്ട് വരുന്നുണ്ട്. ദെൻ പെട്രോളിൻ്റെയും ലോഹങ്ങളുടെയും ശുദ്ധീകരണം, വാണിജ്യ നിർമ്മാണം, അതുപോലെ ഭക്ഷ്യ ഉൽപ്പാദന സമയങ്ങളിലും നൈട്രസ് ഓക്സൈഡ് പുറത്തു വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദെൻ ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റെഫ്രിജറേഷൻ, അതുപോലെ എയർ കണ്ടീഷനിങ്, ഇൻസുലേറ്റിംഗ് ഫോമുകൾ, അതുപോലെ എയറോസോൾ, പ്രൊപ്പലൻസ്, ഇവയിൽ നിന്നൊക്കെ, അതുപോലെ തന്നെ സോൾവൻസുകളിൽ നിന്ന്, ലായകങ്ങളിൽ നിന്നും, അതുപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷറുകളിൽ നിന്ന്, അതിൽ അഗ്നിശമന ഉപകരണങ്ങളിൽ നിന്ന് ഹൈഡ്രോഫ്ലൂറോ കാർബണുകൾ ചെറിയ അളവിൽ ഉപയോഗിക്കുന്നുണ്ട്. റെഫ്രിജറേഷനിലും എയർ കണ്ടീഷനിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ പെർഫ്ലൂറോ കാർബണുകൾ പ്രധാനമായിട്ടും അലൂമിനിയം ഉൽപ്പാദനത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമായിട്ട് നിർമ്മിക്കപ്പെടുകയും അതുപോലെ അർദ്ധചാലകങ്ങളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് പെർഫ്ലൂറോ കാർബണുകൾ. അതുപോലെ തന്നെ
സൾഫർ ഹെക്സാഫ്ലൂറൈഡ്. ഇലക്ട്രിക് പവർ സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ, വിതരണ ഉപകരണങ്ങൾ നിർമ്മാണം, ഇലക്ട്രോണിക്സ്, അർദ്ധജാലങ്ങളുടെ നിർമ്മാണം, മഗ്നീഷ്യം ഉൽപ്പാദനം, ഈ സാഹചര്യങ്ങളെല്ലാം സൾഫർ ഹെക്സാഫ്ലൂറൈഡ് പുറത്തോട്ട് വരും. നൈട്രൈൻ ട്രൈഫ്ലൂറൈഡ്, അർദ്ധജാലകങ്ങൾ അതുപോലെ LCD ഇവയുടെയൊക്കെ നിർമ്മാണ സമയത്ത് നൈട്രൈൻ ട്രൈഫ്ലൂറൈഡ് പുറത്തു വരും. അപ്പോൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അതുപോലെ തന്നെ പരോക്ഷ ഹരിതഗ്രഹ വാതകങ്ങളുണ്ട്. പരോക്ഷ ഹരിതഗ്രഹ വാതകങ്ങൾ എന്ന് പറയുന്നത് നൈട്രൈൻ ഓക്സൈഡുകൾ, കാർബൺ മോണോക്സൈഡ്, നോൺ മീഥേൻ അസ്ഥിര ജൈവ സംയുക്തങ്ങൾ, സൾഫർ ഡയോക്സൈഡ്, ഇതൊക്കെയാണുള്ളത്. നൈട്രൈൻ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നോൺ മീഥേൻ അസ്ഥിര ജൈവ സംയുക്തങ്ങൾ, സൾഫർ ഡയോക്സൈഡ്, ഈ പേരുകളൊന്ന് ഓർത്തിരിക്കാം. പരോക്ഷ ഹരിതഗ്രഹ വാതകങ്ങളാണ്. നൈട്രജൻ ഓക്സൈഡ് ഉയർന്ന ഊഷ്മാവിൽ ഇന്ധനം കത്തിക്കുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഇതിൻ്റെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ, ട്രക്കുകൾ, റോഡ് ഇതര വാഹനങ്ങൾ, അതുപോലെ തന്നെ പവർ പ്ലാന്റുകൾ, വ്യാവസായിക ബോയിലറുകൾ, സിമൻറ്റ് ചൂളകൾ, ടർബൈനുകൾ തുടങ്ങിയ ഈ പറയുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെയൊന്ന് ഓർത്തിരിക്കണം. ദെൻ കാർബൺ മോണോക്സൈഡ്, കാറുകൾ, ട്രക്കുകൾ, മറ്റു വാഹനങ്ങൾ അല്ലെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്ന യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും കാർബൺ മോണോക്സൈഡ് പുറത്തോട്ട് വരും. നോൺ മീഥേൻ അസ്ഥിര ജൈവ സംയുക്തങ്ങൾ, പെട്രോളിൻ്റെ ലായകങ്ങളുടെ ഉപയോഗത്തിൽ നിന്നുണ്ടാകുന്ന ബാഷ്പത്തിൽ ഈ നോൺ മീഥേൻ അസ്ഥിര ജൈവ സംയുക്തങ്ങൾ ഉണ്ടാകാം. ദെൻ സൾഫർ ഡയോക്സൈഡ്, ഇതിൻ്റെ പ്രാഥമിക ഉറവിടം എന്ന് പറഞ്ഞാൽ പവർ പ്ലാന്റുകളും വ്യാവസായിക സൗകര്യങ്ങളും അതുപോലെ ഉപയോഗിച്ച് ഇന്ധനങ്ങൾ കത്തിക്കുന്നതാണ് പ്രധാനപ്പെട്ട മിക്ക ഹരിതഗ്രഹ വാതകങ്ങളും പുറത്തു വരാൻ കാരണം. പക്ഷേ സെക്കൻഡറി സോഴ്സസ് ഉണ്ട്, വ്യാവസായിക പ്രക്രിയകൾ, ഉദാഹരണം അയിരിൽ നിന്നുള്ള ലോഹം വേർതിരിച്ചെടുക്കുന്ന സാഹചര്യങ്ങളിൽ, അതുപോലെ പ്രകൃതി സ്രോതസ്സുകൾ, ഉദാഹരണം അഗ്നിപർവ്വതങ്ങളിൽ നിന്നും സൾഫർ ഡയോക്സൈഡ് പുറത്തു വരാം. ഗതാഗതം, ഉദാഹരണം പറയുകയാണെങ്കിൽ ലോക്കോമോട്ടീവുകൾ, കപ്പലുകൾ, ഇവയുടെ ഉപയോഗത്തിൽ നിന്നും സൾഫർ ഡയോക്സൈഡ് പുറത്തോട്ട് വരാം. ദെൻ ഓസോൺ ശോഷണ വസ്തുക്കൾ അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകൾ, ODSകൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, CFC, ഹാലോൺസ്, കാർബൺ ടെട്രാക്ലോറൈഡ്, ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകൾ, മീഥൈൽ ക്ലോറോഫോം, ഈ പറയുന്ന വസ്തുക്കൾ നിങ്ങളുടെ ഈ പേരുകളൊന്നും ഓർത്തിരിക്കുക. ഇതിൻ്റെ സോഴ്സുകൾ വരുന്നത് ഒന്നും ഓർത്തിരിക്കുക. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, CFC എന്ന് പറയുന്ന റെഫ്രിജറേറ്റുകൾ, എയർ കണ്ടീഷനുകൾ, അതുപോലെ സോൾവൻസ്, ഡ്രൈ ക്ലീനിങ് ഏജൻറ്റുകൾ, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട സോഴ്സുകൾ. ഹാലോൺസിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സുകൾ എന്ന് പറയുന്നത് അഗ്നിശമന ഉപകരണങ്ങളാണ്. കാർബൺ ടെട്രാക്ലോറിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് അഗ്നിശമന ഉപകരണങ്ങളും സോൾവെൻറ്റുകളാണ്. ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകൾ അത് അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എയർ കണ്ടീഷനുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, സോൾവെൻറ്റുകളിലുണ്ട്. മീഥൈൽ ക്ലോറോഫോം അത് അഡസീവ്സിൽ, അതായത് അതുപോലെ പശകളിൽ അതുപോലെ എയറോസോൾസിലൊക്കെ ഉപയോഗിച്ചും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജനറൽ സോഴ്സുകളായിട്ട് ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. ഒന്ന് ഈ ഇൻഫർമേഷൻസ് ഒന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇത് എന്തായാലും നിങ്ങളുടെ എക്സാമിൽ ചോദിക്കില്ലയോ എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ഈ സാധ്യതയുള്ള ഭാഗങ്ങളാണിത്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നദികളെ സംബന്ധിച്ചാണ്. അപ്പോൾ അതിൽ പ്രയാഗുകളെ സംബന്ധിച്ചുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. 5 പ്രയാഗങ്ങളാണുള്ളത്. സംസ്കൃതത്തിൽ നദികളുടെ സംഗമസ്ഥാനം എന്ന അർത്ഥമുള്ള പദമാണ് ഈ പ്രയാഗ് എന്ന് പറയുന്നത്. പ്രയാഗ് പെന്താട് എന്നും അറിയപ്പെടുന്നു. വിഷ്ണു പ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ് എന്നിങ്ങനെ 5 പ്രയാഗങ്ങളാണുള്ളത്. വിഷ്ണു പ്രയാഗ് എന്ന് പറയുന്ന സ്ഥലം അളകനന്ദയുമായിട്ട് ധൗലി ഗംഗയുടെ സംഗമം അവിടെ വിഷ്ണു പ്രയാഗിൽ സംഭവിക്കുന്നു. നന്ദാകിനി നദി ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലെ ഗർവാൾ ഹിമാലയത്തിൽ നന്ദപ്രയാഗിൽ അളകനന്ദ നദിയുമായിട്ട് സംഗമിക്കുന്നു. ഓർത്തിരിക്കുക, നന്ദപ്രയാഗിലാണ് അത് സംഭവിക്കുന്നത്. ദെൻ അളകനന്ദയുടെയും പിണ്ടാർ നദിയുടെ സംഗമസ്ഥാനം കർണപ്രയാഗ് എന്നാണ് അറിയപ്പെടുന്നത്. രുദ്രപ്രയാഗ് എന്ന് പറയുന്നത് അളകനന്ദയുടെയും മന്ദാകിനി നദിയുടെയും സംഗമസ്ഥാനമാണ് രുദ്രപ്രയാഗ്. ദെൻ ദേവപ്രയാഗ് എന്ന് പറയുന്ന അളകനന്ദയുടെയും ഭാഗീരഥി നദികളുടെ സംഗമസ്ഥാനമാണ് ഈ ദേവപ്രയാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, വിഷ്ണു പ്രയാഗുണ്ട്. വിഷ്ണു പ്രയാഗിൽ ഏതൊക്കെയാണ് നദികളാണ്? അളകനന്ദ, ധൗലി ഗംഗ. ദെൻ
അടുത്ത വരുന്ന നന്ദപ്രയാഗാണ്. നന്ദാകിനി നദിയാണ്. നന്ദാകിനി നദി അളകനന്ദ നദിയുമായിട്ട് സംഗമിക്കുന്നു. അളകനന്ദ നദി കർണപ്രയാഗിൽ പിണ്ടാർ നദിയായിട്ട് സംഗമിക്കുന്നു. ദെൻ രുദ്രപ്രയാഗിൽ അളകനന്ദ നദി മന്ദാകിനി നദിയായിട്ട് സംഗമിക്കുന്നു. ദേവപ്രയാഗ അളകനന്ദ ഭാഗീരഥിയുമായിട്ട് സംഗമിക്കുന്ന സ്ഥലമാണ് ദേവപ്രയാഗം. ദെൻ കുറേയധികം സിറ്റികൾ നദികളുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ആഗ്ര യമുനയുടെ തീരത്താണ്, അഹമ്മദാബാദ് സബർമതി, അലഹബാദ് ഗംഗയുടെ യമുനയുടെ സംഗമ സ്ഥാനത്ത്, ദെൻ അയോധ്യ സരയു, ബദ്രിനാഥ് അളകനന്ദ, ബറേലി രാംഗംഗ, കുർണൂൽ തുംഗഭദ്ര, കട്ടക് മഹാനദി, ഡൽഹി യമുന, ദിബ്രുഗഡ് ബ്രഹ്മപുത്ര, ദെൻ ഫിറോസ്പൂർ സത്ലജ്, ഗുവാഹത്തി ബ്രഹ്മപുത്ര, ഹരിദ്വാർ ഗംഗ, ഹൈദരാബാദ് മ്യൂസി, ജബൽപൂർ നർമ്മദ, ജംഷഡ്പൂർ സുബർണരേഖ, ജൗൻപൂർ ഗോമതി, കാൺപൂർ ഗംഗ, കൊൽക്കത്ത ഹൂഗ്ലി, കോട്ട ചമ്പൽ, ലക്നൗ ഗോമതി, ലുധിയാന സത്ലജ്, മധുര യമുന, നാസിക് ഗോദാവരി, പാൻജി മാണ്ഡവി, പട്ന ഗംഗ, സംബൽപൂർ മഹാനദി, ശ്രീനഗർ ഝേലം, അതുപോലെ തന്നെ സൂറത്ത് തപ്തി, തിരുച്ചിറപ്പള്ളി കാവേരി, ഉജ്ജയിൻ ക്ഷിപ്ര, വാരണാസി ഗംഗ, വിജയവാഡ കൃഷ്ണ. ഒന്നുകൂടെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കിപ്പോണം. വീഡിയോ നിങ്ങൾ റിവൈൻഡ് അടിച്ച് ബാക്ക്വേർഡ് അടിച്ച് ഓർത്ത് പോകണം. എങ്കിലേ നിങ്ങൾക്കത് കൃത്യമായിട്ട് കൃത്യമായിട്ട് എഴുതിയെടുത്തും വേണം പഠിച്ചു പോകാനായിട്ട്. സോ അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലിടാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസും കമൻറ്റിലിടാം. എന്തെങ്കിലും ഡൗട്ട്സ്, നിങ്ങളുടെ ഒപ്പീനിയൻസ്, അതുപോലെ നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും വരുന്ന വീഡിയോസ് കാണാനുള്ള അവസരം നഷ്ടമാക്കരുത്. കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക, റെഗുലറായിട്ട് തന്നെ പഠിച്ചു പോവുക. വീണ്ടും കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ്. താങ്ക് യു.